ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എവിടെ നോക്കിക്കഴിഞ്ഞാലും എല്ലിൻ്റെ ഒരു ചെറിയ കളിയാണ്. മറ്റൊരു എൽ ക്ലാസിക്കോ കൂടി ലോഡ് ചെയ്യുകയാണ്. ഏപ്രിൽ 26 കോപ്പ ഡെൽ റേയുടെ ഫൈനലിൽ ബദ്ധവരികളായിട്ടുള്ള റയൽ മാഡ്രിഡും ബാഴ്സലോണയും ഏറ്റുമുട്ടാൻ പോകുന്നത്. അപ്പോൾ അവിടെ പൊടി പാറും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അപ്പോൾ എന്തായാലും അതിനായിട്ട് ഇനി കുറച്ച് ദിവസം ബാക്കിയുണ്ട്. അപ്പോൾ എന്തായാലും എങ്ങനെയാണ് ബാഴ്സലോണ കോപ്പ ഡെൽ റേയുടെ ഫൈനലിലേക്ക് എത്തിയത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. കോപ്പ ഡെൽ റേയുടെ സെമി ഫൈനലിലെ സെക്കൻഡ് ലെഗിൽ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ തട്ടകമായിട്ടുള്ള മെട്രോപൊളിറ്റാനോ സ്റ്റേഡിയത്തിൽ 1-0 എന്നുള്ള സ്കോറിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് അഗ്രിഗേറ്റ് സ്കോർ 5-4 എന്നുള്ള നിലയിലാണ് ബാഴ്സലോണ ഫൈനലിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. അതിൽ കൗതുകമായിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ 2 സെമി ഫൈനലുകളും അഗ്രിഗേറ്റ് സ്കോർ 5-4 അവസാനിച്ചത് എന്നുള്ളതാണ്. രണ്ടും എൻ്റർടൈനിങ് ആയിട്ടുള്ള മത്സരങ്ങൾ തന്നെയായിരുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അപ്പോൾ എന്തൊക്കെയാണ് ഈ മത്സരത്തിൽ സംഭവിച്ചത്? അപ്പോൾ അതിനു മുമ്പ് മത്സരത്തിന് ശേഷം നമ്മുടെ റഫീഞ്ഞ ആ ടണലിൽ ഡിപ്പോളിനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. മറ്റു പ്ലെയേഴ്സും അതിലൂടെ ഇങ്ങനെ പോകുമ്പോൾ അവരൊക്കെ ഹഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിപ്പോളുമായിട്ട് ചങ്ങായി ആ കൂടിക്കാഴ്ച നടത്തുന്നതെന്ന് മാത്രമല്ല ഡിപ്പോളിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്, ഒപ്പം ജേഴ്സി കൈമാറുന്നുണ്ട്. സുന്ദരമായിട്ടുള്ള നിമിഷമാണത്. നമുക്കറിയാം ആ ഒരു അർജൻറ്റീന ബ്രസീൽ മത്സരത്തിന് ശേഷം ലിയോണൽ സ്കലോനിയും ഇതേപോലെ റഫീനിയക്കായിട്ട് വെയിറ്റ് ചെയ്ത് റഫീനിയെ കെട്ടിപ്പിടിക്കുന്ന ചിത്രമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എന്താണ്, റൈവൽസാണ്, റൈവൽറി ഫുട്ബോളിൻ്റെ ഭാഗമാണ്, പക്ഷേ ശത്രുക്കളല്ല എന്നുള്ളതാണ്. അതിപ്പോൾ നമ്മളോടും കൂടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഒബ്വിയസ്ലി റൈവൽറി ഉണ്ടാകും, അങ്ങോട്ടും ഇങ്ങോട്ടും ബാൻറ്ററുകളും അത്തരത്തിൽ ഒരുപാട് ചെളിവാരി എറിയലുകളും പരിപാടികളൊക്കെ സംഭവിക്കുന്നതാണ്. പക്ഷേ എന്താണ്, ശത്രുക്കളല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഇഷ്ടപ്പെടുന്ന ക്ലബ്ബുകൾ വേറെ ആയിരിക്കും, നമ്മൾ ഇഷ്ടപ്പെടുന്ന ടീമുകൾ വേറെ ആയിരിക്കും, നമ്മൾ ഇഷ്ടപ്പെടുന്ന പ്ലെയേഴ്സ് വേറെ ആയിരിക്കാം. പക്ഷേ ഒടുവിൽ ഞാൻ പലപ്പോഴായിട്ട് പറയുന്ന സംഭവമാണ്, ഫുട്ബോളാണ് ജയിക്കുക. കാരണം ഫുട്ബോൾ ഹൃദയം കവരുന്ന തരത്തിലുള്ള സംഭവമാണ്. അപ്പോൾ എന്തായാലും റൈവൽറി അടിപൊളിയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുക, പക്ഷേ ഒരിക്കലും ശത്രുക്കളാകാതിരിക്കുക എന്നുള്ളൊരു കാര്യം കൂടി നോക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും അങ്ങനെ അതൊരു സുന്ദരമായിട്ടുള്ള നിമിഷമായിട്ട് എനിക്ക് തോന്നി, അവർ രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു ജേഴ്സി കൈമാറൽ എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻറ്റ് വിക്ടറിയാണ്. അതായത് ഫസ്റ്റ് ലെഗ് ഈ ഒരു പോരാട്ടം കഴിഞ്ഞിട്ടുള്ള സിനാരിയോയിൽ ഞാൻ അഡ്വാൻറ്റേജ് അത്ലറ്റിക്കോ മാഡ്രിഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സിനാരിയോയിൽ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ പിന്നെ മൊത്തത്തിലുള്ള അവസ്ഥയും ആ രീതിയിലായിരുന്നു. കുറച്ച് സ്ട്രോങ്ങർ ആയിട്ടാണ് അവർ ഇരിക്കുന്നുണ്ടായിരുന്നത്. പിന്നെ എന്താണ് സംഭവിച്ചത് നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ കോൺഫിഡൻസ്, അന്നുണ്ടായിരുന്ന കോൺഫിഡൻസ് അല്ല ഇപ്പോഴുള്ള അത്ലറ്റിക്കോ മാഡ്രിഡിലുള്ളത്. അപ്പോൾ ഫുട്ബോളിൽ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകങ്ങളാണെന്നുള്ള കാര്യം ഓർക്കണം. കോൺഫിഡൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്, കോൺടെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്, മൊമെൻറ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. ബാഴ്സലോണ ഒടുക്കത്ത് നല്ല മൊമെൻറ്റത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത്ലറ്റിക്കോ മാഡ്രിഡ് ആണെങ്കിൽ അത്ര നല്ല മൊമെൻറ്റത്തിലൂടെ അല്ല കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ ഫസ്റ്റ് ലെഗിൽ നമ്മൾ ബാഴ്സലോണയുടെ ഗെയിമിൽ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ഗെയിം മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന ഒരു ബാഴ്സലോണ. അങ്ങനെയാണ് അവർ 4-4 എന്നുള്ള സ്കോറിൽ ആ മത്സരം അവസാനിപ്പിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അവർ ലേറ്റ് ആയിട്ടുള്ള ഗോളുകളും കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യുന്നു, അവർക്ക് ആ ലീഡ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ മത്സരത്തിൽ എങ്ങനെയാണ് അടിപൊളിയായിട്ട് ഗെയിം മാനേജ് ചെയ്യുക എന്നുള്ളത് ഹാൻസി ഫ്ലിക്കിൻ്റെ പിള്ളേർ നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പലപ്പോഴായിട്ട് പറയുന്നതാണ്, 4-0, 5-0 അത്തരത്തിൽ വലിയ മാർജിനിൽ ജയിക്കുന്നതൊക്കെ ഫാന്റാസ്റ്റിക് സംഭവം തന്നെയാണ്. പക്ഷേ അതോടൊപ്പം തന്നെ 1-0 റിസൾട്ടുകൾ ഗ്രൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിലേ ആ ടീമിന് എന്താണ് വലിയ ടൈറ്റിലുകൾ അടിക്കാനൊക്കെ സാധ്യത കൂടും എന്നുള്ള കാര്യം പറയണം. അപ്പോൾ പല രീതിയിൽ ജയിക്കാനുള്ള ആ ഒരു മെൻറ്റാലിറ്റി വേണം. അപ്പോൾ ഇവിടെ കൃത്യമായിട്ടും ബാഴ്സലോണയുടെ ഭാഗത്ത് നിന്ന് ആ ഒരു മെൻറ്റാലിറ്റി നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതായത് എന്താണ്, ഒരു ജർമ്മൻ യന്ത്രം അതിൻ്റെ എഫിഷ്യൻസിയോട് കൂടിയിട്ട് പ്രവർത്തിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ജർമ്മൻ യന്ത്രം എന്ന് പറയാൻ കാരണം ഒരു ജർമ്മൻകാരൻ ഹാൻസി ഫ്ലിക്കാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. പക്ഷേ ആ എഞ്ചിനിൽ ലാമാസിക്ക് വലിയ തോതിലുള്ള പങ്ക് വഹിക്കാനുണ്ട്, അവരുടെ പാർട്സുകളാണ് കൂടുതലും യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഈ ബാഴ്സലോണ സൈഡ് ഒരു വല്ലാത്തൊരു മെഷീനായിട്ട് ഇങ്ങനെ മുമ്പോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ജഗർനോട്ട് ഇങ്ങനെ റോൾ ചെയ്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബ്യൂട്ടിഫുൾ ടീം ടു വാച്ചാണ്. അപ്പോൾ ഈ മത്സരത്തിൽ തന്നെ നമുക്ക് ഫസ്റ്റ് ഹാഫിൽ സത്യം പറഞ്ഞാൽ എങ്ങനെയാണ് ബാഴ്സലോണ 1-ൽ കൂടുതൽ ഗോൾ അടിക്കാതിരുന്നത് നമുക്ക് ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. അത്തരത്തിൽ അവർ ചാൻസിൽ ഒരുപാട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്ലറ്റിക്കോ മാഡ്രിഡ് ഇങ്ങനെ ഡിഫെൻഡ് ചെയ്യാനുള്ള ഒരു പരിപാടിയായിരുന്നു. 5 at the back കാര്യങ്ങളൊക്കെ ആയിരുന്നു അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിയോഗോ സിമോണി അത്തരത്തിലൊരു പണിയാണ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ. പക്ഷേ അത്ലറ്റിക്കോ മാഡ്രിഡ് 5 at the back ആയിട്ടും 5-3-2 എന്നുള്ള രീതിയിൽ ബ്ലോക്കിൽ ഇരുന്നുകൊണ്ട് പോലും അവർക്ക് ബാഴ്സലോണയെ സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ബാഴ്സലോണ സ്പേസ് കണ്ടെത്തുന്നുണ്ടായിരുന്നു, ബാഴ്സലോണ ചാൻസിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം വെച്ചാൽ എല്ലാ പ്ലേയേഴ്സും മികച്ച കോൺഫിഡൻസിലാണ് കളിക്കുന്നത്. മാത്രമല്ല അവർ വളരെ കംഫർട്ടബിളാണ് ടൈറ്റ് സ്പേസസിൽ കളിക്കാനായിട്ട്. കാരണം ഈ അത്ലറ്റിക്കോ മാഡ്രിഡ് ആണെങ്കിൽ ആ ഒരു സെൻട്രൽ ഏരിയ ബ്ലോക്ക് ചെയ്തുകൊണ്ട് ബാഴ്സലോണയ്ക്ക് സ്പേസ് കാര്യങ്ങൾ കൊടുക്കാതിരിക്കാനുള്ള ശ്രമം ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് അവിടെ സ്പേസ് കണ്ടെത്തേണ്ടതായിട്ടുള്ളത് അത് ബാഴ്സലോണയ്ക്ക് നന്നായിട്ട് അറിയാം. കാരണം ഈ എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്ലെയേഴ്സ് ഉണ്ടല്ലോ, അതായത് ഇപ്പോൾ നമ്മുടെ പെഡ്രിയും ഫ്രെങ്കിയും ഒക്കെ ലമീനും ഒക്കെ ടൈറ്റ് സ്പേസിൽ അവർക്ക് അവരുടേതായിട്ടുള്ള സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സംഭവമാണ്.
അപ്പോൾ ഇവരെ ഡ്രാഗ് ചെയ്യണം. ഈ ഒരു 5-3-2 ബ്ലോക്കിലിരിക്കുന്ന അത്ലറ്റിക്കോ മാഡ്രിഡിനെ ഡ്രാഗ് ചെയ്യണം. അങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ബിറ്റ്വീൻ ദ ലൈൻസ് സ്പേസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനായിട്ട് അവർ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ബോൾ നീക്കാൻ അവരൊക്കെയാണ്. അതേപോലെ തന്നെ അങ്ങനെ റൊട്ടേറ്റ് ചെയ്യും ഈ പ്ലെയേഴ്സ്. ആ രീതിയിൽ സ്പേസ് കണ്ടെത്താനുള്ള ശ്രമം. അതിൽ തന്നെ ഇപ്പോൾ ലമീൻ യമാൽ ബോൾ കിട്ടുന്ന സിനാരിയോയിൽ എന്താണ് കൂണ്ടെ റണ്ണുകളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ അങ്ങനെ ഒരു പ്ലെയർ കൂണ്ടയുടെ കൂടെ പോകുമ്പോൾ അവിടെ ഒരു സ്പേസ് ജനറേറ്റ് ചെയ്യും. ആ സ്പേസിലൂടെ ഓപ്പറേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അതേപോലെ തന്നെ റഫീനിയുടെ റണ്ണുകളും കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഈ ഫെറാൻ ടോറസിൻ്റെ റണ്ണുകളും കാര്യങ്ങളും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. പിന്നെ 1 ടച്ച് പാസുകൾക്കുള്ള ശ്രമം. ആ രീതിയിൽ പല രീതിയിൽ ഈ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ഈ സ്റ്റബൺ ഡിഫൻസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാനുള്ള ശ്രമങ്ങളായിരുന്നു ബാഴ്സലോണ നടത്തിക്കൊണ്ടിരുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ തന്നെ ഈ 17-കാരനായിട്ടുള്ള ലമീൻ യമാലിനെ കുറിച്ച് ഞാനിനി എന്താ പറയുക? എന്താണ് ലമീൻ ഇത്? എന്താ പറയുക? അതായത് അദ്ദേഹത്തെ ഫൗൾ ചെയ്യുക എന്നല്ലാണ്ട് വേറെ വഴിയില്ലാത്ത ഒരു അവസ്ഥയായിരുന്നു അത്ലറ്റിക്കോ മാഡ്രിഡിന് മുമ്പിലുണ്ടായിരുന്നത്. അല്ലാതെ ചെങ്ങായിയുടെ ഒന്നും ബോൾ കിട്ടുന്നില്ല. ആൾ മാജിക്കിനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് 1, 2, 3 താരങ്ങൾ പോലും അദ്ദേഹത്തിൻ്റെ ചുറ്റിലേക്ക് പോകുമ്പോഴും അവരെ കൂടി മറികടന്നു പോയിട്ട് നെറ്റ്മഗും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അതിന് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. ഇനി അഥവാ അദ്ദേഹത്തെ വൈഡ് ഏരിയയിലേക്ക് വിട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് പിൻ പോയിൻ്റ് ക്രോസുകൾ ചെങ്ങായി കൊടുക്കാൻ സാധിക്കും. ഇനി എന്താണ് ഓക്കെ, എന്നാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് അദ്ദേഹത്തെ ക്ലോസ് ഡൗൺ ചെയ്തിട്ടൊന്ന് ടൈറ്റായിട്ട് നിൽക്കാമെന്ന് വിചാരിച്ചാൽ അദ്ദേഹം ഈസിലി അവരെ ബീറ്റ് ചെയ്തിട്ട് മുമ്പോട്ടേക്ക് പോകും. പിന്നെ അതിൻ്റെ വിഷൻ ഫാൻറ്റാസ്റ്റിക്കാണ്, നമുക്കറിയാം. മാത്രമല്ല ലോഫ്റ്റഡ് ബോളുകൾ കൊടുക്കുന്നു അദ്ദേഹം കൂണ്ടേക്കും. അതേപോലെ തന്നെ ആ രീതിയിൽ വെറൈറ്റി ആയിട്ടുള്ള രീതികളിൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ ലമീൻ യമാലിന് സാധിക്കുകയാണ്. അത്തരത്തിലുള്ള കോൺഫിഡൻസിലാണ് ചെങ്ങായി ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. വല്ലാത്തൊരു കോൺഫിഡൻസും ബ്രേവറിയും ആ ചെങ്ങായുടെ ഗെയിമിലുണ്ട്. മാത്രമല്ല ടേക്ക് ഓണുകൾ നടത്താൻ ഒരു പേടിയില്ല, ഒരു ഭയമില്ല. പല വിങ്ങർമാരും ടേക്ക് ഓണുകൾ നടത്തുന്നതിൽ ഭയക്കുന്നത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ മോഡേൺ ഫുട്ബോളിൽ. ടേക്ക് ഓണുകൾ ഈ പിന്നെ ഡ്രിബിൾ ചെയ്ത് മുമ്പോട്ട് പോകുന്നത്, ഡിഫൻഡർമാരെ ബീറ്റ് ചെയ്യുന്നത് കാണുന്നതിന് ഭയങ്കര രസമാണ്. അതൊക്കെ കാണാനാണ് നമ്മൾ ഫുട്ബോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഒരു പ്ലെയറിനെ ബീറ്റ് ചെയ്തിട്ട് ആ ട്രിക്കും കാര്യങ്ങളും യൂസ് ചെയ്തിട്ട് ആ പറക്കുന്നത് കാണാൻ, ആ രീതിയിൽ ഡ്രിബിൾ ചെയ്ത് മുമ്പോട്ട് പോകുന്നത് കാണാനൊക്കെ കൂടി തന്നെയാണ് നമ്മൾ കളി കാണാനിരിക്കുന്നത്. അത് ഇടയ്ക്ക് എവിടെയോ വെച്ചിട്ട് മോഡേൺ ഫുട്ബോളിൽ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നൊരു കലയായിരുന്നു. ഒബ്വിയസ്ലി ഇപ്പോൾ വിനി ജൂനിയർ അത് കാണിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഈ ലമീൻ യമാലിൻ്റെ ഈ ഡ്രിബിളിങ്ങും അദ്ദേഹത്തിൻ്റെ ടേക്ക് ഓണുകളും ഒക്കെ നമ്മുടെ കണ്ണിന് ഭയങ്കരമായിട്ട് കുളിർന്നു വരുന്ന തരത്തിലൊരു സംഭവമാണ്. അപ്പോൾ അതെനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അങ്ങനത്തെ ഫുട്ബോളാണ് നമുക്ക് കാണാൻ ആഗ്രഹമുള്ളത് അല്ലേ? അതായത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു പ്ലെയർ ഉണ്ടായിരുന്നു. ഒബ്വിയസ്ലി ക്രിസ്ത്യാനോയുടെ പ്രൈമും ലിയോ മെസ്സിയും ഒക്കെ പ്ലേയേഴ്സിനെ ബീറ്റ് ചെയ്ത് പോകുന്നത് കാണാൻ തന്നെ ആളുകൾ അതിന് മാത്രമായിട്ട് ടിക്കറ്റ് എടുത്ത് വരുന്നവരുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പേഴ്സണലായിട്ട് ഈഡൻ ഹസാർഡ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പോസ് ഉണ്ട് ചില സാഹചര്യങ്ങളിൽ. അതായത് ഇപ്പം പിടിച്ചാൽ കിട്ടും എന്ന് വിചാരിക്കും, ചിലപ്പോൾ ഇല്ല. അവിടെ നിന്ന് പിന്നെ അദ്ദേഹം ആക്സിലറേറ്റ് ചെയ്ത് പോകുന്ന ഒരു ബ്യൂട്ടിഫുൾ ഡ്രിബ്ലിംഗ് മെക്കാനിസം ഉണ്ട് ചെങ്ങായുടെ, ടെക്നിക്ക് ഉണ്ട് ചെങ്ങായുടെ. അതൊക്കെ ഭയങ്കര രസമായിരുന്നു. അപ്പോൾ ലമീൻ യമാൽ ആ രീതിയിൽ ഡ്രിബിൾ ചെയ്ത് പോകുന്ന കാണാൻ തന്നെ ഭയങ്കര രസമാണ്. അപ്പോൾ ആ രീതിയിൽ ആ ചെങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. റെനിൽഡോ ആയിരുന്നു ആ ലെഫ്റ്റ് വിങ് ബാക്ക് റോൾ കളിക്കുന്നുണ്ടായിരുന്നു, അദ്ദേഹത്തിന് പറ്റത്തില്ല. പിന്നീട് അബിഗാലനൊക്കെ വന്നിട്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ. അദ്ദേഹം കുറേ ശ്രമിച്ചു നോക്കി, ചില സാഹചര്യങ്ങൾ സക്സസ്ഫുൾ ആകുന്നുണ്ട്. പക്ഷേ എന്താണ് ഓവറോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലമീൻ യമാൽ അത്ലറ്റിക്കോ മാഡ്രിഡിനെ ഇടങ്ങറാക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ശരിക്കും ബ്യൂട്ടിഫുൾ ടു വാച്ച്. അതിങ്ങനെ കണ്ടിരിക്കാൻ പറ്റും. ഇത് ലമീൻ മാത്രമാണോ? മിഡ്ഫീൽഡിൽ ഫ്രങ്കി ഹാഡ് എ ഗ്രേറ്റ് ഗെയിം. അതായത് ഫ്രങ്കിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ബാഴ്സലോണയുടെ ഈ ഒരു 2025 ഒരു അൺബീറ്റൺ റൺ ഉണ്ടല്ലോ, അതിൽ ഫ്രങ്കി വഹിക്കുന്ന ഒരു പങ്കിനെ കുറിച്ച് ചിലപ്പോൾ പലപ്പോഴും ആളുകൾ എടുത്തു പറയാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ മത്സരത്തിൽ അദ്ദേഹത്തിന് ഒരു യെല്ലോ കാർഡൊക്കെ ഫസ്റ്റ് ഹാഫിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ അദ്ദേഹം ഇൻ്റർസെപ്ഷൻസും കാര്യങ്ങളും നടത്തുന്നുണ്ട്, ടാക്കിളും കാര്യങ്ങളും നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഈ നമ്മൾ പെഡ്രിയുടെ എലഗൻസിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പെഡ്രിക്ക് ചില സാഹചര്യങ്ങളൊക്കെ ഇന്നലെ ഒരു ട്രെയിനിങ് ഗ്രൗണ്ടിൽ എങ്ങനെയാണോ കളിക്കുക ആ രീതിയിലാണ് ചെങ്ങ കളിക്കുന്നുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ബോഡി ഫെയിൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ. 3 പ്ലെയേഴ്സ് അത്ലറ്റിക് മാഡ്രിഡ് പ്ലെയേഴ്സ് അദ്ദേഹത്തിലേക്ക് ഇങ്ങനെ അട്രാക്ട് ചെയ്ത് വരുമ്പോൾ അതിന് ആ ഒരു ബോഡി ഫെയിൻറ്റ്, ആ ഒരൊറ്റ ബോഡി ഫെയിൻറ്റിൽ അവരെ 3 പേരെയും ബീറ്റ് ചെയ്തിട്ട് വീണ്ടും സ്പിൻ ചെയ്തിട്ട് അങ്ങോട്ടേക്ക് തന്നെ വന്ന് ആ ബോൾ പാസ് ചെയ്ത് കൊടുക്കുന്നതും, അതേപോലെ തന്നെ മൊത്തത്തിൽ ചെങ്ങായി കൺട്രോൾ ചെയ്യുന്ന രീതിയാണെങ്കിലും ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയാണെങ്കിലും, മത്സരം തുടങ്ങി ഫസ്റ്റ് ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് പെഡ്രിയാണ്. പെഡ്രി പോട്ട ഒരു രക്ഷയില്ലാത്തൊരു മജീഷ്യനാണ്. ആ ഹാഫിലിനടുന്ന് ഒരു ബ്യൂട്ടിഫുൾ ലോങ് ബോൾ ലമീൻ യമാലിലേക്ക് കൊടുക്കുകയാണ്. ആ റൈറ്റ് ചാനലിലൂടെ റൺ ചെയ്തിട്ടുള്ള ലമീന് കൊടുക്കുകയാണ്. ലമീൻ അതുമായിട്ട് ബോക്സിലേക്ക് പോകുന്നു. പക്ഷേ അദ്ദേഹത്തിന് അത് ഗോളാക്കി മാറ്റാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്രോസ് അവിടെ ഹിമെനസ് അത്ലറ്റിക് മാഡ്രിഡിന്റെ കപ്പിത്താൻ അവിടെ ഡിഫെൻഡ് ചെയ്തു. പക്ഷേ ആ ബോൾ, പെഡ്രിയുടെ ആ ബോൾ ആ ഫാന്റാസ്റ്റിക് ബോളാണ്. അത് ഇനി അഥവാ എന്താണ് ലമീൻ യമാൽ അതൊരു അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തിരുന്നെങ്കിൽ അതിലെന്താണ് ഡയറക്റ്റ് സ്റ്റാറ്റ് നമുക്ക് പെഡ്രിക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. ഒരു പ്രീ അസിസ്റ്റ് എന്നുള്ള രീതിയിലല്ലേ, അതൊന്നും ആളുകൾ ചിലപ്പോൾ ചർച്ച ചെയ്തൊന്നും വരില്ല. അപ്പോൾ ഇത്തരത്തിൽ
ഡയറക്റ്റ് സ്റ്റാറ്റ് കൊണ്ട് അളക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരുപാട് നിരവധി സംഭവങ്ങളാണ് പെഡ്രി ആ ബാഴ്സലോണ കുപ്പായത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈസിലി ലോകത്തിലെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡർമാരുടെ പട്ടികയിൽ മുൻപന്തിയിൽ തന്നെയാണ് പെഡ്രി പോട്ടറിയിരിക്കുന്നത് എന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും. ആ ജാതി എലഗൻസാണ്. അപ്പോൾ ഈ പെഡ്രിക്ക് പോലും അദ്ദേഹത്തിൻ്റെ ആ ഒരു നാച്ചുറൽ ഗെയിം, ആ ഫ്രീഡത്തോടുകൂടി കളിക്കാനും ഈ ഫ്രാങ്കിക്കൊപ്പം കളിക്കുമ്പോൾ കൂടുതൽ സാധിക്കുമെന്നുള്ളൊരു ഒരു തോന്നൽ എനിക്കുണ്ട്. കസേഡയുടെ കൂടെയും പെഡ്രി നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട്. പക്ഷേ ഫ്രങ്കി ഈ ഒരു ഹാൻസി ഫ്ലിക്കിൻ്റെ സിസ്റ്റത്തിൽ അങ്ങോട്ട് അലിഞ്ഞ് ചേർന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ ഗുണം മൊത്തം ബാഴ്സലോണ സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഫ്രങ്കി ആണെങ്കിലും പെഡ്രി ആണെങ്കിലും വളരെ കംഫർട്ടബിൾ ഓൺ ദ ബോളാണ് അല്ലേ. ഇടയ്ക്ക് സീസണിൻ്റെ തുടക്കത്തിൽ ഫ്രങ്കി ഒന്നിത്തിരി അങ്ങോട്ട് സിങ്കിലാകാൻ സമയമെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഹാൻസി ഫ്ലിക്ക് ചെങ്ങായിനെ നിരന്തരമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു കാരണമുണ്ട്. അപ്പോൾ കസേഡ ഉള്ളപ്പോഴും ഫ്രങ്കിക്ക് തന്നെയാണ് അദ്ദേഹം പിന്നെ ഒരു സ്റ്റാർട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അതിന് കാരണം മറ്റൊന്നുമല്ല, ഞാൻ പറഞ്ഞല്ലോ ഇവർ രണ്ടുപേരും സിങ്കിലാണ്. കസേഡോ നല്ലൊരു പണിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആൾക്ക് ഇഞ്ചുറിയാണ്. ആളുണ്ടായിരുന്ന സിനാരിയോയിൽ നല്ല പണിയെടുത്തിട്ടുണ്ട്, നല്ല രീതിയിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹം ടീമിലേക്ക് കടന്നു വരുന്നു, സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നു. അത് ടീമിൽ നല്ല രീതിയിൽ ഗുണം ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഉള്ള കാര്യം തന്നെയാണ്. ഓൺ ദ ബോൾ ഡീസൻ്റാണ്. പക്ഷേ ഓൺ ദ ബോൾ ഫ്രങ്കി ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റും കസേഡ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ ഫ്രങ്കി ആണെങ്കിലും പെഡ്രി ആണെങ്കിലും ബോൾ റിസീവ് ചെയ്യുന്ന സിനാരിയിലും അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്ന സിനാരിയിലും വളരെ കംഫർട്ടബിളാണ്. ഒരു തരത്തിലും പാനിക് ആകുന്നില്ല എന്നുള്ളതാണ്. അത് ഈ പറഞ്ഞ പോലെ ബാഴ്സലോണ ടീമിന് മൊത്തത്തിൽ ഗുണം ചെയ്യുകയാണ്. മാത്രമല്ല ഫ്രങ്കിയുടെ ആ ഒരു ബോൾ ക്യാരിങ് എബിലിറ്റി, അതൊരു വല്ലാത്തൊരു എബിലിറ്റിയാണ്. ടൈറ്റ് സിറ്റുവേഷനിൽ നിന്ന് ബോൾ റിസീവ് ചെയ്തിട്ട് അതുമായിട്ട് അങ്ങോട്ട് പോകും. പിന്നെ മാത്രമല്ല ഡിഫൻസിൽ നിന്ന് ആൾ ചിലപ്പോൾ ഫസ്റ്റ് ലൈൻ ഡിഫൻസിൽ നിന്ന് ബോൾ റിസീവ് ചെയ്യുന്നിട്ട് തിരിഞ്ഞിട്ട് അത് സർക്കുലേറ്റ് ചെയ്യും. അതിപ്പോൾ ചില സാധനങ്ങൾ പെഡ്രി ആയിരിക്കും റിസീവ് ചെയ്യുക. അപ്പോൾ ഇവർ തമ്മിലുള്ള ആ ഒരു റൊട്ടേഷൻ, ഇവർ തമ്മിലുള്ള ആ ഒരു സിങ്ക്, അത് ശരിക്കും ഈ ടീമിന് ഗുണം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇതൊരു യന്ത്രം പോലെ അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫ്രങ്കിയുടെ ഇമ്പാക്റ്റിനെ കുറിച്ച് സംസാരിക്കണം. പിന്നെ പെഡ്രി ഒരു മജീഷ്യനാണ്, ചങ്ങായി. ഇപ്പോൾ സെക്കൻഡ് ഹാഫിലൊക്കെ ഒരു സിനാരിയോയിൽ അത്ലറ്റിക് മാഡ്രിഡ് ഇങ്ങനെ പുഷ് ചെയ്യാണ് ആ ഒരു ഈക്വലൈസറിന് വേണ്ടിയിട്ട്. അവർ സെക്കൻഡ് ഹാഫ് തുടങ്ങിയ സമയം മുതൽ ഭയങ്കര അഗ്രസീവായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. അവരുടെ ആ ഒരു ഫസ്റ്റ് ഹാഫ് അപ്രോച്ചും സെക്കൻഡ് ഹാഫ് അപ്രോച്ചും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും ചിലപ്പോഴൊക്കെ അത്ലറ്റിക് മാഡ്രിഡ് പൊസിഷനും കാര്യങ്ങളൊക്കെ കൂടുതൽ ബാഴ്സലോണയേക്കാൾ സെക്കൻഡ് ഹാഫിൽ ഉണ്ടായിരുന്നു അവർക്ക്. പക്ഷെ എന്നാലും ബോൾ അങ്ങോട്ട് വേണം എന്നുള്ള സിനാരിയോയിൽ ഈ ബോൾ കൊടുക്കൂല പെഡ്രി അത് വെച്ചിട്ട് ഇങ്ങനെ കെടുത്ത് തിരിയും. അതായത് ഞാൻ പറഞ്ഞല്ലോ ട്രെയിനിങ് ഗ്രൗണ്ട് പോലെ പുള്ളിക്കാരൻ്റെ ടെമ്പോയിൽ കാര്യങ്ങൾ നടക്കുകയാണ്. പുള്ളിക്കാരൻ്റെ ആ ഒരു ഋതത്തിനനുസരിച്ച് താളം തുള്ളിയാൽ മതി എല്ലാവരും. ആ രീതിയിലാണ് പെഡ്രി കളിക്കുന്നത്. എന്ത് രസമാണ് അത് കാണാനായിട്ട്. അപ്പോൾ ബോൾ കിട്ടിയാലല്ലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബാഴ്സലോണയുടെ ഈ മത്സരത്തിലെ ആ ഒരു സംഭവം അവർ ഡിഫെൻഡ് ചെയ്ത രീതി തന്നെയാണ്. അതിൽ ഹാൻസി ഫ്ലിക്ക് വരുത്തിയിട്ടുള്ള ചേഞ്ചസും വളരെ ഇമ്പാക്റ്റ്ഫുൾ ആയിരുന്നുള്ളത് ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഡീപ്പായിട്ട് ഡിഫെൻഡ് ചെയ്യേണ്ട അവസരങ്ങളുണ്ടായിരുന്നു. അവിടെ അവർ ഡീപ്പായിട്ട് ഡിഫെൻഡ് ചെയ്തു. അതാണ് ക്രോസുകൾ വരുന്നുണ്ടായിരുന്നു. ആ ക്രോസുകൾ അവർ ഡിഫെൻഡ് ചെയ്തു. അതിനാണ് അറൂഹോനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കുബാർസിക്ക് പകരമായിട്ട്. അതേപോലെ തന്നെ മിഡ്ഫീൽഡിൽ ഫെർമീനെ മാറ്റിയിട്ട് എറിക് ഗാർസിയെ കൊണ്ടുവരുന്നു. ആ ഒരു ഡിസ്ട്രോയറിൻ്റെ ആവശ്യമുണ്ടെന്ന് കണ്ടിട്ട്. അപ്പോൾ ആ രീതിയിൽ എറിക് ഗാർസി അത്തരത്തിലൊരു പണി, ഡിസ്റപ്ഷൻ ടാക്ടിക്സ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതായത് എന്താണ്, ഗെയിം മാനേജ് ചെയ്യാനുള്ള ആ ഒരു പരിപാടി. അതായത് നമ്മൾ ഫസ്റ്റ് ലെഗിൽ കണ്ട ആ ഒരു പ്രശ്നങ്ങൾ സെക്കൻഡ് ലെഗിൽ നമുക്ക് കാണാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ടീം എങ്ങനെയാണ് ഗ്രോ ചെയ്ത് വരുന്നത്, എങ്ങനെയാണ് മെച്യൂറായി വരുന്നത് എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിട്ടുള്ള സംഭവം. ഇപ്പോഴും നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു സൈഡാണെന്നുള്ളത്. അല്ല, പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഡാനി ഓൾമോക്ക് ഇഞ്ചുറി പറ്റി, കസാഡയ്ക്ക് ഇഞ്ചുറി പറ്റി, അത്തരത്തിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും അവർക്കുണ്ട്. പിന്നെ മാത്രമല്ല അവിടെ അഡീഷൻസ് ആവശ്യമുണ്ട് നമുക്കറിയാം. പക്ഷേ ഈ ടീമിൻ്റെ മെൻറ്റാലിറ്റി ടോപ്പ് ക്ലാസ് ആണ്. അതോടൊപ്പം തന്നെ അവരിപ്പോൾ ഗെയിം മാനേജ് ചെയ്യാൻ കൂടി നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ട്. ഈ 2025 11 ക്ലീൻ ഷീറ്റുകൾ അവർക്ക് കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ ഒരു കാലണ്ടർ ഇയറിൽ. അത് ചെറിയൊരു കാര്യമല്ല. കാരണം അമ്മാതിരി ഹൈ റിസ്ക് ഹൈ ലൈൻ പരിപാടി കളിക്കുന്ന ഒരു ടീം തുടക്കം മുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ടായിരുന്നത് ടീമുകളെ ഔട്ട് സ്കോർ ചെയ്യുക എന്നുള്ളൊരു തന്ത്രമായിരുന്നു. പക്ഷേ ഒപ്പം എന്താണ്, ഇപ്പോൾ ക്ലീൻ ഷീറ്റുകൾ കരസ്ഥമാക്കാനും റിസൾട്ടുകൾ ഗ്രൈൻഡ് ചെയ്തെടുക്കാനും അതേപോലെ തന്നെ ഡിഫെൻഡ് ചെയ്യേണ്ട സാഹചര്യങ്ങളിൽ ഡിഫെൻഡ് ചെയ്യാനും തയ്യാറെടുത്തിട്ടാണ് ഈ ടീം ഇരിക്കുന്നത്. അതിന് ഹാൻസി ഫ്ലിക്ക് തന്നെയാണ് ക്രെഡിറ്റ് കൊടുക്കേണ്ടതായിട്ടുള്ളത്, അല്ലേ? അപ്പോൾ അത് ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നി. കൃത്യമായിട്ടും അവർ ഓഫ് ദ ബോൾ ആ ഡിഫെൻഡ് ചെയ്ത സംഭവം അത്ലറ്റിക്കോ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം അത്ലറ്റിക്കോ മാഡ്രിഡിനോട് ബാഴ്സലോണ പറയുകയാണ്, ഓക്കെ ബോൾ തരാം, എന്താ ചെയ്യുക അതങ്ങോട്ട് കാണിച്ചാട്ട് എന്നുള്ളത്. അത് നമുക്കറിയാം അത്ലറ്റിക്കോ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം അത്ര കാര്യമായിട്ട് അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലൊരു സൈഡല്ല എന്നുള്ളത്, അല്ലേ? അപ്പോൾ നിങ്ങൾ കൂട്ടിയാൽ കൂടുന്നത് ചെയ്തോ എന്ന രീതിയിൽ ബോൾ അങ്ങോട്ട് കൊടുത്തു സെക്കൻഡ് ഹാഫിൽ. അത്ലറ്റിക്കോ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം കാര്യമായിട്ട് അങ്ങോട്ട് ത്രട്ടൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. ശരിയാണ്, സൊർലോത്ത് സെക്കൻഡ് ഹാഫിൽ വന്നതിന് ശേഷം നല്ലൊരു ചാൻസ് ചങ്ങായി കിട്ടിയിട്ടുണ്ടായിരുന്നു. 52ാം മിനിറ്റിലെങ്ങാനും ഒരു ഗ്ലോറിയസ് ഓപ്പർച്യൂണിറ്റി.
അതെങ്ങനെയാണ് വരുന്നത്? അത് ബാഴ്സലോണ മിസ്റ്റേക്കിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതൊരു യങ് ടീമാണ്. അതായത് യങ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് മിക്സ് ഉണ്ടെങ്കിലും അതിൽ ചില പ്ലേയേഴ്സൊക്കെ വളരെ യങ് ആണ്. ഇപ്പോൾ കുബാർസിയൊക്കെ ടീനേജറാണ് ഇപ്പോഴും, ലാമിൻ യമാൽ ടീനേജറാണെന്നുള്ള കാര്യം നമ്മൾ മറക്കാൻ പാടില്ല. അപ്പോൾ കുബാർസിയുടെ മിസ്റ്റേക്ക് വരുന്നു, പൊസിഷൻ നഷ്ടപ്പെടുന്നു, നേരെ ഡിപ്പോളിലേക്കാണ് ആ പാസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഡിപ്പോൾ ഈ സൊർലോത്തിൻ്റെ റണ്ണ് പിക്ക് ചെയ്യുന്നു. ആ ഒരു ലെഫ്റ്റ് സൈഡിലുള്ള സൊർലോത്തിൻ്റെ റണ്ണ് മനോഹരമായിട്ട് അവിടെ ബോൾ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഓഫ് സൈഡ് ട്രാപ്പിനെയൊക്കെ ബീറ്റ് ചെയ്യുന്നു. സൊർലോത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സൈഡ് നെറ്റിംഗ് ആണ് അവിടെ അടിച്ചത്. യൂഷ്വലി സൊർലോത്ത് നമുക്കറിയാം ബാഴ്സലോണയ്ക്കെതിരെ വളരെ റൂത്ത്ലെസ് ആയിട്ട് ഫിനിഷ് ചെയ്യുന്ന തരത്തിലുള്ള ചങ്ങായാണ്. പക്ഷേ അവിടെ അദ്ദേഹത്തിന് ഫിനിഷ് ചെയ്യാൻ സാധിച്ചില്ല. അവിടെ ആ ഒരു ചാൻസ് വന്നത് ബാഴ്സലോണ മിസ്റ്റേക്കിൽ നിന്നാണ്. അല്ലാതെ ഷെസിനെ സംബന്ധിച്ചോളം കാര്യമായിട്ടൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ആകെ 6 അറ്റംപ്റ്റുകളെ അത്ലറ്റിക്കുമായിട്ട് ഒരു മത്സരത്തിൽ നടത്തിയിട്ടുള്ളൂ. 6 അറ്റംപ്റ്റുകൾ. അതിൽ തന്നെ 5 സെക്കൻഡ് ഹാഫിലാണ് വന്നിട്ടുള്ളത്. ഒരെണ്ണം പോലും ടാർഗറ്റിലേക്ക് അവർക്ക് എടുക്കാൻ സാധിച്ചില്ല. ഒരെണ്ണം അവർ ഗോളായി എന്ന് വിചാരിച്ചതെന്നാണ് സൊർലോത്ത് ഓഫ് സൈഡ് ആയിരുന്നു. അവിടെ കൃത്യമായിട്ടും ആ ഒരു ഓഫ് സൈഡ് ട്രാപ്പ് ഇടാൻ അവർക്ക് സാധിച്ചു. അരൂഹോ ആണെങ്കിലും വിനീഗോ മാർട്ടിൻസ് ആണെങ്കിലും ആ ഒരു ഓഫ് സൈഡ് ട്രാപ്പ് അവിടെ ഇടുന്നു. അപ്പോഴേക്കും കുബാർസിയൊക്കെ പിൻവലിച്ചിട്ടുണ്ടായിരുന്നു. ഈ സൊർലോത്തിൻ്റെ ഒരു ഏരിയൽ എബിലിറ്റിയും അതിന് ആ ഒരു ഫിസിക്കൽ സ്ട്രെങ്ത്തിനും കാര്യങ്ങളെയും ഒക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ടാണ് അരൂഹോനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് അദ്ദേഹം മനോഹരമായിട്ട് നിർവഹിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. ഓരോ ഡ്യൂലുകളും അദ്ദേഹം വിൻ ചെയ്യുന്ന രീതിയാണെങ്കിലും ഫൗളുകൾ കമ്മിറ്റ് ചെയ്യേണ്ട സിനാരിയോയിൽ ഫൗളുകൾ കമ്മിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ക്രോസുകൾ ക്ലിയർ ചെയ്യുന്നുണ്ടായിരുന്നു ബോക്സിലേക്ക് വരുന്നത്. കാരണം സൊർലോത്തിൻ്റെ ആ ഒരു പ്രസൻസ് ഉണ്ടല്ലോ, അതുകൊണ്ട് ബോക്സിലേക്ക് ക്രോസുകളും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടായിരുന്നു അത്ലറ്റിക്കുമായിട്ട്. അല്ലെങ്കിൽ അതിനുള്ള ശ്രമങ്ങളുണ്ടായിരുന്നു. ചില സാഹചര്യങ്ങളിൽ ക്രോസുകൾ ബോക്സിലേക്ക് എത്താതിരിക്കാൻ കൂണ്ടയൊക്കെ ശ്രമിക്കുന്ന തരത്തിലുള്ള ബ്ലോക്കുകൾ നടത്തുന്നുണ്ടായിരുന്നു. ബാഴ്സലോണയുടെ കൂട്ടായ പ്രയത്നമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഡിഫെൻസീവ്ലിയും അവർ കൂട്ടായിട്ട് ഡിഫെൻഡ് ചെയ്താണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതൊരു യൂണിറ്റായിട്ട് അവർ പ്രവർത്തിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അറ്റാക്കിങ്ങിലും യൂണിറ്റായിട്ട്, ഡിഫെൻസീവ്ലിയും അവർ യൂണിറ്റായിട്ട്. അപ്പോൾ അവിടെ സൊർലോത്ത് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഓഫ് സൈഡ് ആയിരുന്നു. അത് ബ്യൂട്ടിഫുൾ ഫിനിഷ് ആയിരുന്നു. അദ്ദേഹം സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഓഫ് സൈഡാണ്, ഒന്നും ചെയ്യാനില്ല. അപ്പോൾ അതാണ് അത്ലറ്റിക് സംബന്ധിച്ചോളം വേറെ കാര്യമായിട്ടൊന്നും അവർക്ക് ചെയ്യാൻ സാധിച്ചില്ല. അവർ അഗ്രസീവായിട്ട് തുടങ്ങി. ബാഴ്സലോണ സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ ഇത്തിരി റാറ്റിൽഡ് ആയിരുന്നു. കാരണം സിമിയോണി 3 ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ തന്നെ. കാരണം അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഹാഫിലുള്ള ആ ഒരു സെറ്റപ്പ് ശരിയായിരുന്നില്ല. അതായത് 5 അറ്റ് ദ ബാക്കിലേക്ക് നീങ്ങുന്നു. ഇപ്പോൾ ആസ്പീനൊക്കെ കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു റൈറ്റ് സൈഡ് സെൻറ്റർ ബാക്കായിട്ട്. ലോറൻറ്റെ റൈറ്റ് വിങ് ബാക്കിൽ കളിക്കുന്നു. റെയ്നീൽഡോ, ലാമിൻ യമാൽ ആ ഒരു ലാലിഗ മത്സരത്തിൽ നല്ല രീതിയിൽ ഒരു കോമ്പറ്റീഷൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ റെയ്നീൽഡോയെ ഈ മത്സരത്തിൽ ലാമിൻ യമാൽ കൊന്നു കളഞ്ഞില്ല എന്നേ ഉള്ളൂ, എടങ്ങറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ 5 അറ്റ് ദ ബാക്ക്. പക്ഷേ ഇതിൽ സിമിയോണിയുടെ ചെക്കൻ പുള്ളിക്കാരനെ യൂഷ്വലി റൈറ്റ് സൈഡിലല്ല കളിപ്പിക്കുക, ആൾ ലെഫ്റ്റ് സൈഡിൽ കളിക്കുന്നു. അത് ഒട്ടും വർക്ക് ആയിട്ടുണ്ടായിരുന്നില്ല. അത് ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സ്വിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഡിപ്പോളുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഡിപ്പോളിനാണെങ്കിലും ആ ലെഫ്റ്റ് സൈഡിൽ അത്ര കംഫർട്ടബിൾ ഒന്നായിരുന്നില്ല. ഡിപ്പോളിൻ്റെയും ആ ഒരു നാച്ചുറൽ ഗെയിം, യൂഷ്വൽ ഗെയിം അദ്ദേഹത്തിന് കളിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഈ സീസണിൽ മികച്ച രീതിയിൽ അദ്ദേഹം അത്ലറ്റിക് മാഡ്രിഡിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. പക്ഷേ ഈ മത്സരത്തിൽ ആകെ പാബ്ലോ ബാരിയോസ് ആ മിഡ്ഫീൽഡിൽ അവസാനം വരെ പൊരുതി, ലോറൻറ്റെ അവസാനം വരെ പൊരുതി. അല്ലാതെ ആർക്കും അങ്ങോട്ട് നല്ലൊരു ഗെയിം ഉണ്ടായി നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഹൂലിയൻ അൽവാരസ് ഒക്കെ നല്ല രീതിയിൽ കളിക്കുന്നൊരു പ്ലെയറാണ്. പക്ഷേ ഈ മത്സരത്തിൽ കാര്യമായിട്ട് അതിനൊരു ഇമ്പാക്റ്റ് ആകാൻ പറ്റില്ല. 70 മിനിറ്റ് ആയപ്പോൾ 15 തവണ എങ്ങാനും പൊസിഷനൊക്കെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഹൂലിയൻ അൽവാരസ്. ഗ്രീസ്മാൻ വളരെ ആവറേജ് ഗെയിമാണ് ഗ്രീസ്മാൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ ആ സെറ്റപ്പിൽ പ്രശ്നം ഉണ്ടായിരുന്നു. ഡിഫെൻഡ് ചെയ്യുക എന്നുള്ള തന്ത്രമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ട് അവർക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പറഞ്ഞത് അവർ ചാൻസ് ആഫ്റ്റർ ചാൻസ് ഇങ്ങനെ കൺസീഡ് ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതൊരു സൈക്കോളജിക്കൽ സംഭവം കൂടിയാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുള്ളത്. അതായത് അത്ലറ്റിക്കിനെ സംബന്ധിച്ചോളം വളരെ ടഫറായിട്ടുള്ള ഫിക്സറുകളാണ് വന്നിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ അതിൽ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു റയൽ മാഡ്രിഡിനെതിരെ ഏറ്റിട്ടുള്ള ആ ഒരു പ്രഹരമുണ്ടല്ലോ, ആ ചാമ്പ്യൻസ് ലീഗിൽ മെട്രോപൊളിറ്റാനിൽ ആ പെനാൽറ്റി ഷൂട്ടിൽ പരാജയപ്പെട്ട രീതി, ആ ഡബിൾ ടച്ച് പെനാൽറ്റിയും അങ്ങനെ പെനാൽറ്റി ഷൂട്ടിലിട്ട ആ ഒരു ട്രോമ, അതിപ്പോഴും അവരെ സംബന്ധിച്ചോളം അവരുടെ മനസ്സിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് അവർക്ക് ഉയർത്തിയെഴുന്നേൽക്കാൻ സാധിച്ചില്ല. അതിന് തൊട്ടടുത്ത മത്സരം എന്തായിരുന്നു? ബാഴ്സലോണയ്ക്കെതിരെയുള്ള ഒരു മത്സരമായിരുന്നു. അതിലൊരു റിയാക്ഷൻ അവർ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഹാൻസി ഫ്ലിക്കിൻ്റെ ടീമിൻ്റെ ഭാഗത്ത് നിന്ന് വല്ലാത്തൊരു പ്രഹരം അവർക്ക് മത്സരത്തിൻ്റെ അവസാന സാഹചര്യങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ. 2-0 ലീഡൊക്കെ ഉണ്ടായിരുന്നത് 4-2 തോറ്റുപോയി. അപ്പോൾ ഇതൊക്കെ അവർക്ക് കൊടുത്തിട്ടുള്ളൊരു ട്രോമയുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ പ്ലേയേഴ്സ് മെൻ്റലിയും എക്സോസ്റ്റഡ് ആണ്, ഒബ്വിയസ്ലി ഫിസിക്കലി എക്സോസ്റ്റഡ് ആണ്. കാരണം അവരുടെ ഗെയിമിൽ അത്തരത്തിലുള്ള ഫിസിക്കാലിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന തരത്തിലൊരു ഗെയിം സ്റ്റൈലാണല്ലോ ഈ ഡിയേഗോ സിമോണിൻ്റെ സ്റ്റൈലുള്ളത്. ഡിഫെൻസ് ഫസ്റ്റ് മെക്കാനിസമാണ്. പിന്നെ ഒരുപാട് ഓടണം, ഒരുപാട് വർക്ക് റേറ്റ് കൊടുക്കണം. അപ്പോൾ ഇത് ഫിസിക്കലിയും മെൻ്റലിയും എക്സോസ്റ്റഡ് ആണ്. അപ്പോൾ അമ്മാതിരി ട്രോമയിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് റോക്ക് ബോട്ടമാണ് ഇരിക്കുന്നത്. അത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അവരുടെ ഓരോരുത്തരുടെയും ബോഡി ലാംഗ്വേജിൽ തന്നെ. പക്ഷെ എന്നിട്ടും അവർ സെക്കൻഡ് ഹാഫിൽ ശ്രമിച്ചു. പക്ഷേ ഒരുപാട് പ്രോമിസിംഗ് ആയിട്ടൊരു സീസണായിരുന്നു. ഒരു ഘട്ടത്തിൽ അവർ ലാലിഗയുടെ ടോപ്പിലേക്ക് പോലും ഉയർന്നിട്ടുണ്ടായിരുന്നു. ചാമ്പ്യൻസ് ലീഗിൽ നല്ല ഒരു നിലയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. കോപ്പ ഡെൽ റേയുടെ സെമി ഫൈനലിലേക്ക് എത്തി നിൽക്കുന്ന സിനാരിയോ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാം
ഒരു അവസാനത്തെ 10-11 മത്സരങ്ങളിലെല്ലാം ഇല്ലാണ്ടായിരിക്കുകയാണ്. അവസാനത്തെ 11 മത്സരങ്ങളിൽ അവർ 2 മത്സരങ്ങൾ മാത്രം അങ്ങനെ വിജയിച്ചിട്ടുള്ളൂ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഒരു കൊളാപ്സ് സംഭവിച്ചിരിക്കുകയാണ്, ഒരു ബോട്ടിൽ ജോബ് സംഭവിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് വല്ലാത്തൊരു പ്രഹരമാണ് ഈ അത്ലറ്റിക്കോ മാഡ്രിഡ് പ്ലേയേഴ്സിനെ ഏറ്റിട്ടുള്ളത്. ഡിയേഗോ സിമിയോണി എന്ന് പറയുന്ന മാനേജർ എങ്ങനെയാണ് ഇനി ഇവരൊക്കെ വീണ്ടും ഉയർത്തിയെഴുന്നേൽപ്പിക്കാതെ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ ലാ ലീഗയിൽ അവർ 9 പോയിൻറ്റ്സിൻ്റെ വ്യത്യാസമാണ് ഇരിക്കുന്നത്. അപ്പോൾ ലിറ്ററലി അവർ ടൈറ്റിൽ റേസ് ഒന്നും പോയിരിക്കുകയാണ്. പിന്നെ അത്ലറ്റിക്കോ മാഡ്രിഡ് ആരാധകരും അവരും ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു ഈ സീസണിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നത്. കാരണം മോശമില്ലാത്ത രീതിയിൽ അവർ സമ്മറിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, മോശമില്ലാത്ത രീതിയിൽ നല്ല കിടിലൻ സൈനികൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അൽവാരസ് എന്നൊക്കെ പറഞ്ഞാൽ വേൾഡ് ക്ലാസ് ഫുട്ബോളറാണ്. അതുപോലെ തന്നെ സൊർലോത്തിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഡിഫൻസിൽ ഇപ്പോഴും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ ആ ഒരു ശൈലിയിൽ മാറ്റം കൊണ്ടുവരണോ, അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെയാണ് ചില ആളുകൾ ഉന്നയിക്കുന്നത്. പക്ഷെ അവർ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്, ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്താണ്, അത് പോരല്ലോ. അത്ലറ്റിയെ സംബന്ധിച്ചിടത്തോളം അവസാനത്തെ 4 വർഷങ്ങളായിട്ട് അവർ ഒരു ടൈറ്റിലൊന്നും അടിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഒരു ട്രോഫി നേടിയിട്ടില്ല. അത് അത്ലറ്റിക്കോ മാഡ്രിഡ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ശരിയാണ്, അവരുടെ ചരിത്രമൊക്കെ അവരൊരിക്കലും മറന്നിട്ടുണ്ടായില്ല. കാരണം ഒരു ടോപ്പ് 4ലേക്ക് പോലും എത്താൻ സാധിക്കാത്ത ഒരുപാട് കാലങ്ങൾ അവർക്കുണ്ടായിരുന്നു. അവിടേക്കാണ് ഡിയേഗോ സിമിയോണി കടന്നു വന്നിട്ട് ഇമാതിരി ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുള്ളത്. അവരെ ഈ രീതിയിൽ റയൽ മാഡ്രിഡുമായിട്ടും ബാഴ്സലോണയുമായിട്ടും കോമ്പീറ്റ് ചെയ്യുന്ന തരത്തിലൊരു ടീമാക്കി മാറ്റിയെടുത്തുള്ളതൊക്കെ ഡിയേഗോ സിമിയോണി തന്നെയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. മോശമില്ലാത്ത രീതിയിൽ അവർ റീസെൻ്റായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ തരത്തിൽ ഫൈനാൻഷ്യലി റയലുമായിട്ടും ബാഴ്സലോണയുമായിട്ടും ഒന്നും കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ടീമല്ല അത്ലറ്റിക്കോ മാഡ്രിഡ് ഇപ്പോഴും. പക്ഷേ അവർക്ക് മോശമില്ലാത്ത രീതിയിൽ സ്പെൻഡ് ചെയ്യാനുള്ളൊരു പ്രാപ്തി ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഡിയേഗോ സിമിയോണി വഹിച്ചുള്ള പങ്ക് വളരെ വലുതാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ശരിയാണ്, ഇതൊരു ഫെയിലിയറാണ് ഈ സീസൺ, അത് നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും. അതിനിപ്പോൾ ഏത് രീതിയിൽ നമ്മൾ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാലും ഫെയിലിയർ തന്നെയാണ്. ശരിയാണ്, ഡിയേഗോ സിമിയോണി ക്രിറ്റിസിസും കാര്യങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഹയസ്റ്റ് പെയ്ഡ് മാനേജറാണ്, മാത്രമല്ല മോശമില്ലാത്ത രീതിയിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അവിടെ സ്ക്വാഡിൽ ഹോളുകളും കാര്യങ്ങളൊക്കെ ബാക്കി ഏരിയകളിലൊക്കെ ഉണ്ടെങ്കിൽ പോലും മോശമില്ലാത്ത രീതിയിൽ അവർ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് റയലിനേക്കാളും ബാഴ്സലോണയേക്കാളും ഈ പെർട്ടിക്കുലർ വിൻഡോയിലൊക്കെ സ്പെൻഡ് ചെയ്തൊക്കെ ഇട്ടുണ്ട്. പക്ഷേ ഓവറോൾ ഫൈനാൻഷ്യൽ സ്ട്രക്ചർ നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം 7 എത്തില്ല അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റേത് എന്നുള്ളത്. പിന്നെ മാത്രമല്ല, ഈ ഹയസ്റ്റ് പെയ്ഡ് മാനേജറാകാൻ അദ്ദേഹം ഏറെ ദൂരം സഞ്ചരിക്കേണ്ടി വന്നിട്ടുണ്ട്, ഒരുപാട് ദുരിതം കാര്യങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു യാത്ര വളരെ അധികം ചാലഞ്ചസ് നിറഞ്ഞതായിരുന്നുള്ളതൊക്കെ നമുക്കറിയുന്നതാണ്. അപ്പോൾ എന്തായാലും ക്രിറ്റിസിസം അറിയിക്കുന്നുണ്ട്. പക്ഷേ ഇനി ഈ പ്രൊജക്റ്റ് എങ്ങനെയാണ് ഡിയേഗോ സിമിയോണി മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് കണ്ടറിയാൻ ഒരാഗ്രഹമുണ്ട്. അതോ ഡിയേഗോ സിമിയോണിയെ മാറ്റാനുള്ളൊരു പ്ലാൻ എന്തെങ്കിലും അത്ലറ്റിക്കോ മാഡ്രിഡ് എടുക്കുമോ നമുക്കറിയില്ല. ഫുട്ബോളാണ്, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. പക്ഷേ സിമിയോണി അവിടെ തന്നെ തുടരണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹമുള്ളത്. ഡിയേഗോ സിമിയോണി സംബന്ധിച്ചിടത്തോളം സൊർലോത്തിനൊക്കെ വേണമെങ്കിൽ ഈ മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കാമായിരുന്നു, അത് അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല ഫസ്റ്റ് ഹാഫിലെ സെറ്റപ്പ് അത്ര നല്ലതൊന്നായിരുന്നില്ല. അങ്ങനെ സെക്കൻഡ് ഹാഫിൽ ചേഞ്ചസ് വരുന്നു, 3 ചേഞ്ചസ് വരുന്നു, ട്രിപ്പിൾ ചേഞ്ചസ് ആണ്. ഹാവി ഗാലനെ കൊണ്ടുവരുന്നു, റെയ്നിലിനെ പിൻവലിച്ചിട്ട് അസ്പിനെ പിൻവലിച്ച് ലോങ് ലൈനെ കൊണ്ടുവരുന്നു. ബാഴ്സലോണ എന്ന ലോണിൽ പോയിട്ടുള്ള പ്ലെയറാണ്. അതേപോലെ തന്നെ സൊർലോത്തിനെ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നു. അതേപോലെ ട്രിപ്പിൾ ചേഞ്ച് വരുത്തിയിട്ടുണ്ടായിരുന്നു ഡിയേഗോ സിമിയോണി ആ സെക്കൻഡ് ഹാഫിന് തുടക്കത്തിൽ. അത് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ ആ ഒരു 3 at the back സിസ്റ്റത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. പിന്നീട് 58-ാം മിനിറ്റിലാണ് ചേഞ്ച് വരുത്തുന്നത്, ആ ഒരു ഫോർമേഷനിൽ ചേഞ്ച് വരുത്തുന്നത്. 4 at the back നീങ്ങുന്നു. 4-4-2 ആയിട്ട് നല്ല രീതിയിൽ ബാഴ്സലോണയ്ക്കെതിരെ കളിച്ചതാണ് അവർ ലാ ലീഗയിൽ. പിന്നെ എന്തിനാ ഒരു സിസ്റ്റം ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ അങ്ങനെ 4-4-2 ആയപ്പോൾ വീണ്ടും അവർ മോശമില്ലാത്ത രീതിയിൽ കളിക്കാൻ ശ്രമിക്കുന്നു. കാരണം മൊലീനെ കൊണ്ടുവരുന്നു, ലെനോർമാനെ പിൻവലിച്ചില്ല. ലെനോർമാനൊക്കെ ശരിക്കും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ 1-2 ബ്ലോക്കുകൾ അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. മൊലീന വന്ന പാടെ തന്നെ ഒരു ചാലഞ്ച് നടത്തിയിട്ട് അദ്ദേഹത്തിന് യെല്ലോ കിട്ടിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഈ 58-ാം മിനിറ്റിൽ ഈ ചേഞ്ചസ് സിമിയോണി വരുന്നത് കണ്ടിട്ട് നമ്മുടെ ഹാൻസി ഫ്ലിക്കും റിയാക്ട് ചെയ്യാണ്. അപ്പോഴാണ് ചങ്ങായി എറിക് ഗാർസിയനെ അതേപോലെ തന്നെ അരൂഹോനെയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊരു നല്ലൊരു ചേഞ്ചായിരുന്നു. നിങ്ങൾ റിയാക്ട് ചെയ്യുക, അതിനനുസരിച്ച് റിയാക്ട് ചെയ്യാൻ നമുക്കും അറിയാം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഹാൻസി ഫ്ലിക്കിൻ്റെ കണക്ക് കൂട്ടലുകൾ ഉണ്ടായിരുന്നത്. ഹാൻസി ഫ്ലിക്കിൻ്റെ കണക്ക് കൂട്ടലുകൾ തന്നെയാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഗെയിമിൻ്റെ അവസാനത്തെ സാഹചര്യങ്ങളിൽ ലെവൻഡോസ്കിയെ കൊണ്ടുവരുന്നു, ഫെറാനെ പിൻവലിക്കുന്നു. പക്ഷേ ഫെറാനെ സ്റ്റാർട്ട് ചെയ്യാനെടുത്തുള്ള തീരുമാനം അഗെയിൻ വർക്കൗട്ട് ആകുന്നു. അദ്ദേഹമാണ് ആ ഒരു ഇമ്പോർട്ടൻറ്റ് ഗോൾ അടിച്ചത്, അല്ലേ? അപ്പോൾ ഇനി മത്സരത്തിൻ്റെ മറ്റ് സംഭവങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ 1-2 ചില ബ്യൂട്ടിഫുൾ മൂവുകൾ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ആദ്യത്തെ ആ ലമീൻ്റെ ചാൻസ് കഴിയുന്നു. പിന്നെ നമ്മൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റഫീനിയക്ക് നല്ലൊരു ചാലഞ്ച് ആസ്പിരേറ്റ് നിന്ന് കിട്ടുന്നു. അപ്പോൾ അത് യെല്ലോ കാർഡാണ്, തുടക്കത്തിൽ തന്നെ യെല്ലോ കാർഡ് വാങ്ങുന്നു. അതിൽ റെഡ് കാർഡ് ചെക്കും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ റെഡ് കാർഡ് കൊടുക്കേണ്ട തരത്തിലൊരു സംഭവം ആയിരുന്നില്ല. പക്ഷേ സ്റ്റിൽ ഒരു നാസ്റ്റി ചാലഞ്ചായിരുന്നു ആസ്പിയുടെ ഭാഗത്ത് നിന്ന്. ആസ്പി കഴിഞ്ഞ മത്സരത്തിൽ നല്ലൊരു ഗോളൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഡ്രോയിലാണ് അവസാനിച്ചത് എസ്പാന്യോളിനെതിരെ. പക്ഷേ അതിൽ കിടിലം ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതിൽ ഡിഫെൻസീവ്ലി ചങ്ങായി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. 11 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള സിനാരിയോയിൽ ലമീൻ്റെ ഒരു ഷോട്ട് നമ്മൾ കണ്ടു. അത് വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു ഷോട്ടായിരുന്നു. പക്ഷേ അതിലുള്ള ആ ഒരു പാസ്വേഡ് മൂവ്, അത് ഞാൻ പറഞ്ഞത്, ഈ ലോ ബ്ലോക്കിനെയൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യണമെങ്കിൽ ക്വിക്കായിട്ടുള്ള മൂവ്മെൻറ്റ് നടത്തണം. 1 ടച്ച് മൂവ്മെൻറ്റുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. പക്ഷേ അതിന് ഭയങ്കരമായിട്ടുള്ള എഫിഷ്യൻസിയും കാര്യങ്ങളും വേണം. അപ്പോൾ അവിടെ നമ്മുടെ ഫെർമീൻ്റെ വർക്ക് റേറ്റും ഫെർമീൻ ഈ ടീമിൽ
ഉണ്ടാക്കിയുള്ള ഇമ്പാക്റ്റിനെ കുറിച്ചും ചിലപ്പോൾ അധികം ആളുകൾ സംസാരിച്ചൊന്നുമില്ല. നല്ല രീതിയിൽ ചങ്ങായി പണിയെടുത്തിട്ടുണ്ട്, നല്ല രീതിയിൽ അറ്റാക്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഫെർമീൻ ലോപ്പസ്. അപ്പോൾ ബാഴ്സലോണ കൂടുതലും കളിക്കുന്നുണ്ടായിരുന്നത് അത്ലറ്റിക് മാഡ്രിഡിൻ്റെ ഒരു ടെറിട്ടറിയിൽ തന്നെയാണ്. എല്ലാവരും അവിടെ ക്യാമ്പ് ചെയ്തിട്ടാണ് കളിക്കുന്നുണ്ടായിരുന്നത്. ഡിഫൻഡർമാർ പോലും അവിടെ ക്യാമ്പ് ചെയ്തിട്ടാണ് കളിക്കുന്നുണ്ടായിരുന്നത് പലപ്പോഴും ഫസ്റ്റ് ഹാഫിൽ. അപ്പോൾ അങ്ങനെ ഡിഫൻസിൽ നിന്നും ഫെർമീനിലേക്ക് ബോൾ കൊടുക്കുന്നു. ഫെർമീൻ ഒരു ഫ്ലിക്ക്, അത് നേരെ പെഡ്രിയിലേക്ക് പോകുന്നു. പെഡ്രി പിന്നെ അവിടെ കാംനെസ് ആണ്. പെഡ്രി കാമായിട്ട് ഡിസിഷൻ എടുക്കുന്നു. അത് ലമീൻ യമാലിലേക്ക് പാസ് കൊടുക്കുന്നു. റൈറ്റിലൂടെ റൺ ചെയ്തുള്ള ലമീൻ ഇത് കട്ടിൻ സൈഡ് ചെയ്ത് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഷോട്ട് ജസ്റ്റ് വൈഡ് പോവുകയാണ്. മൂസോ എന്ന് പറയുന്ന കീപ്പറാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ബ്ലോക്ക് ആയിരുന്നില്ല. അപ്പോൾ അത് നല്ലൊരു ചാൻസ് ആയിരുന്നു. ഈ ലമീൻ്റെ ഗെയിമിൽ ഏറ്റവും കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റ് വരേണ്ടതായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബോൾ സ്ട്രൈക്കിംഗ് എഫിഷ്യൻസിയിലാണ്. എബിലിറ്റി ഉണ്ട്, ബോൾ സ്ട്രൈക്ക് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്, പക്ഷെ അതിൻ്റെ എഫിഷ്യൻസിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തേണ്ടതായിട്ടുണ്ട്, ഫിനിഷിങ്ങിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തേണ്ടതായിട്ടുണ്ട്. 17 വയസ്സല്ലേ ഉള്ളൂ, അതൊക്കെ ശരിയായിക്കോളും, പക്ഷേ വർക്ക് ചെയ്യണം ലമീൻ യമാൽ. അപ്പോൾ എന്തായാലും അങ്ങനെ ആ മൊമെൻറ്റ് കഴിഞ്ഞു. പിന്നെ ഡിപ്പോളിൻ്റെ ചാലഞ്ച് റഫീനിയയിൽ, അഗെയിൻ റഫീനിയാണ് എല്ലാം വാങ്ങിക്കൊണ്ടിരുന്നത്. അത് ഡിപ്പോളിന് യെല്ലോ കിട്ടുന്നു അവിടെ, പക്ഷേ ബോൾ വിൻ ചെയ്യാനുള്ള ശ്രമമാണ് ഡിപ്പോൾ നടത്തിയിരുന്നത്. പക്ഷേ അതിൽ റഫീനിയുടെ ആ ഒരു ആങ്കിൾ ഏരിയയിലാണ് ചവിട്ട് പോയിക്കൊണ്ടിരുന്നത്. വളരെ പെയിൻഫുൾ ആയിട്ടുള്ള സംഭവമാണ്. പിന്നെ നമ്മളൊരു ബ്യൂട്ടിഫുൾ ഭാഷ മൂവ് കാണാണ്. എൻ്റെ ഒപ്പം ഞാൻ ശരിക്കും എൻജോയ് ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ മൂവാണത്. അതായത് അതിൽ ഫെറാൻ്റെ ഈ ഒരു വൺ ടച്ച് പാസുകളുടെ ഒരു എബിലിറ്റി ഉണ്ട്. അത് എന്താണ് ഫെറാൻ ചെയ്യുക എന്നുള്ളത് ഫെറാന് പോലും ചില സാഹചര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, പിന്നല്ലേ ഡിഫൻസിന്, അങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പോൾ അത് പെഡ്രിക്ക് വൺ ടച്ചിൽ റിലീസ് ചെയ്ത് കൊടുക്കുന്നു, നല്ല ആ ഒരു ബാക്കിൽ സാധനം. അപ്പോൾ അത് പിന്നെ പെഡ്രിയിൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ കാംനെസ്സാണ്, കമ്പോഷറാണ്, അതൊരു ജിന്നാണ്. അപ്പോൾ അവിടെ പിന്നെ റഫീനിയുടെ റണ്ണ് ചങ്ങായി കാണാണ്, ബോക്സിന് ലെഫ്റ്റിലേക്കാണ് ചങ്ങായി റൺ ചെയ്തിട്ടുണ്ടാകുന്നത്. റഫീനിയെ പിക്ക് ചെയ്യുന്നു. അങ്ങനെ റഫീനിയ വൺ ടച്ചിൽ അത് ഫെറാന് തന്നെ കൊടുക്കുകയാണ്. ഫെറാൻ അപ്പോഴേക്കും ബോക്സിലേക്ക് എത്തിയിട്ടുണ്ട്, പക്ഷേ അവിടെ ലെനോർമാനാണ് ടാക്ട് ചെയ്തതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അത് ഗോളായിരുന്നെങ്കിൽ ഒരു ബ്യൂട്ടിഫുൾ ഗോളായിപ്പോയനെ. പിന്നെ ലമീൻ യമാൽ ഈ ലോ ബ്ലോക്കിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാനുള്ള ശ്രമം നടത്തുകയാണ്. അപ്പോൾ അവിടെ കൂണ്ടിയുമായിട്ടുള്ള ആ ഒരു സിങ്ക് നമ്മൾ കാണുകയാണ്. അപ്പോൾ അവിടെ പിന്നെ ലമീന് ലോഫ്റ്റ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുകയാണ്, കൂണ്ടെ ബോക്സിലേക്ക് റൺ ചെയ്തപ്പോൾ ലോഫ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് കൂണ്ടയിലേക്ക് എത്തുന്നു. കൂണ്ടെ അത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് എടുത്തിട്ട് ഒരു അടിയടിക്കാൻ ശ്രമിച്ചു, പക്ഷെ അത് ഗോളായിപ്പോയില്ല. പക്ഷേ ഗോളായിരുന്നെങ്കിൽ ബ്യൂട്ടിഫുൾ ഗോളായിപ്പോയനെ. പിന്നെ ബാരിയോസിനെ ലമീന് ഫൗൾ ചെയ്തിട്ട് പിന്നെ ലമീന് യെല്ലോ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് സിമിയോണി അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. കാരണം അത്ലറ്റിക്കുമായിട്ട് നടത്തുന്ന ഫൗളിനൊക്കെ അവർക്ക് യെല്ലോ കിട്ടുന്നുണ്ടായിരുന്നു. 26ാമത്തെ മിനിറ്റിലാണ് ഫെറാൻ ടോറസ് ഗോൾ അടിക്കുന്നത്, ഓൾ ഇമ്പോർട്ടൻറ്റ് ഗോൾ അടിക്കുന്നത്. അതിലുള്ള ലമീൻ യമാലിൻ്റെ പാസ്. അപ്പോൾ ഇത് എന്താ സംബന്ധിച്ചാൽ നല്ല ഓർഗനൈസായിട്ട് ഡിഫെൻഡ് ചെയ്യുകയാണ്, വെരി വെൽ ഡ്രിൽഡായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അത്ലറ്റിക് മാഡ്രിഡ്. അപ്പോൾ പാസ് ഇങ്ങനെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കും ഒക്കെ ഇങ്ങനെ നീക്കി കളിക്കുകയാണ് ബാഴ്സലോണ. അപ്പോൾ അങ്ങനെ ബാഴ്സലോണക്ക് ഒരു ത്രോയിൻ കിട്ടുകയാണ്. ഇവിടെ ലെഫ്റ്റ് ഏരിയയിൽ ത്രോയിൻ കിട്ടുന്നു. ആ ത്രോയിൻ എടുക്കുന്നു. ആ ത്രോയിൻ പിന്നെ റഫീനിലേക്ക് എത്തിയിട്ടുള്ള സിനാലിൽ ലമീൻ യമാൽ പാസിനായിട്ട് ചോദിക്കുന്നുണ്ട്. ലമീനിലേക്ക് കൊടുക്കുന്നു, റൈറ്റിലേക്ക് നീക്കി കൊടുക്കുന്നു. ലമീൻ യമാൽ പിന്നെ ഈ ഫെറാൻ ടോറസിൻ്റെ റണ്ണ് കാണാണ് ബോക്സിലേക്കുള്ള ബ്യൂട്ടിഫുൾ മൂവ്മെൻറ്റ്. സെൻട്രൽ നിന്ന് റൈറ്റിലേക്കുള്ള ഫെറാൻ്റെ റണ്ണ്, അതിൻ്റെ ആ പാസിൻ്റെ വെയിറ്റേജ്, ബ്യൂട്ടിഫുൾ പാസ് അവിടെ ലമീൻ കൊടുക്കുകയാണ്. പക്ഷേ അവിടെ മൂസോ എന്ന് പറഞ്ഞ കീപ്പറെ സംബന്ധിച്ചിടത്തോളം ആൾ കുറച്ചുകൂടെ ബ്രേവായിട്ട് കയറി വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ അവിടെ ഫെറാൻ്റെ ആ ഒരു പിന്നെ ഷോട്ട് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഇത്തിരി ഹെസിറ്റേറ്റ് ചെയ്തു മൂസോ. അതുകൊണ്ട് അത് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യാൻ ഫെറാൻ ടോറസിന് സാധിക്കുന്നു. 26ാമത്തെ മിനിറ്റിൽ ആ ഒരു ലീഡ് 5-4 എന്നുള്ള അഗ്രിഗേറ്റ് സ്കോറിലേക്ക് മത്സരം നീക്കുകയാണ്. പിന്നെ നമ്മൾ കാണുന്നത് വെച്ചാൽ എങ്ങനെയാണ് ലമീൻ യമാൽ അവിടെ ഗോൾ അടിക്കാതിരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ബാഴ്സലോണ അവിടെ ലീഡ് ഉയർത്താതിരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു സിനാരിയോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അതായത് അനദർ ഗ്ലോറിയസ് മൂവ്. അപ്പോൾ ഇവിടെ ഫെർമീൻ ലോപ്പസ് താഴോട്ട് ഇറങ്ങി വന്നിട്ടേ അത്ലറ്റിക് മാഡ്രിഡ് പ്ലെയറിൻ്റെ അടുത്ത് ബോൾ അങ്ങോട്ട് വിൻ ചെയ്യുകയാണ്. അങ്ങനെ അത് ഫ്രങ്കി കൊടുക്കുകയാണ്. പിന്നെ ഫ്രങ്കി നോക്കിക്കോളും, കാരണം ഫ്രങ്കി അതുമായിട്ട് ഡ്രൈവ് ചെയ്ത് വരുന്നു, റൈറ്റിലൂടെ എന്നുള്ള ലമീൻ യമാലിനെ പിക്കുകയാണ്. ലമീൻ യമാൽ കട്ടിൻ സൈഡ് ചെയ്തിട്ട് അദ്ദേഹത്തിന് പിടിച്ചാൽ കിട്ടുന്നില്ല. ആളെ പിടിച്ചാൽ കിട്ടണ്ടേ, കട്ടിൻ സൈഡ് ചെയ്യുമ്പോഴൊന്നും ആളെ ഒരു രക്ഷയില്ല. റെയ്നൽഡോ എട്ടങ്ങറായിരിക്കുന്നു മത്സരത്തിൽ. അങ്ങനെ അപ്പോഴേക്കും ബോക്സിലേക്ക് പെഡ്രി നീങ്ങിയിട്ടുണ്ടായിരുന്നു. പെഡ്രിക്ക് ആ ഒരു സിനാരിയോയിൽ പിന്നെ നമ്മുടെ ലമീൻ യമാൽ കൊടുത്തുള്ള പാസ്, ബ്യൂട്ടിഫുൾ പാസ്. പെഡ്രി അതിന് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ ആൾ അത് ബാക്കിൽ കൊടുത്തതാണ് പിന്നെ റഫീനയ്ക്ക്. പക്ഷെ അത് ആണ്ട് എത്തിയില്ല. അപ്പോൾ അത്ലറ്റിക് മാഡ്രിഡ് പ്ലെയർ അത് ക്ലിയർ ചെയ്യാൻ ശ്രമിച്ചത് റഫീനയിൽ തന്നെ തട്ടിയിട്ട് അവിടെ നിൽക്കുക. റഫീനയ്ക്ക് ഒരു ചാൻസ് ലഭിക്കുകയാണ്, പക്ഷേ റഫീനയുടെ ഷോട്ട് അവിടെ ബ്ലോക്ക് ചെയ്യപ്പെടുന്നു. അത് വീണ്ടും ലമീൻ യമാൽ എന്ന് വീഴാണ്. ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന ലമീൻ യമാലിൻ്റെ പക്ഷേ അറ്റംപ്റ്റ് വളരെ വീക്ക് അറ്റംപ്റ്റായിപ്പോയി. അപ്പോൾ അവിടെ എങ്ങനെയാണ് ബാഴ്സലോണ ഗോൾ അടിക്കുക എന്നുള്ളതാണ്. ഡെസ്പറേറ്റ് ഡിഫെൻഡിങ് ആയിരുന്നു അത്ലറ്റിക് മാഡ്രിഡിൻ്റെ ഭാഗത്ത് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ അഗെയിൻ റഫീനയുടെ ഒരു ഷോട്ട് മൂസോ സേവ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. അതിൽ അത്ലറ്റിക് മാഡ്രിഡാണ് പൊസഷൻ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പെഡ്രി ലമീൻ യമാലിനെ പിക്കാണ്. സെൻട്രൽ ലൈനിലാണ് ലമീൻ ഉണ്ടായിരുന്നത്. ലമീൻ
അതുമായിട്ട് ഡ്രൈവ് ചെയ്ത് പോകുന്നു. റഫീനെ പിക്ക് ചെയ്യുന്നു, ലെഫ്റ്റിലൂടെ റൺ ചെയ്തുള്ള റഫീനെ പിക്ക് ചെയ്യുന്നു. റഫീനയുടെ അറ്റംപ്റ്റ് പക്ഷേ മൂസോ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അഗൈൻ റെയിനിയുടെ പൊസിഷൻ ഗിവ് അവേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പ്രഷറില്ലാത്ത സിനാരിയോ. ബാഴ്സലോണയുടെ ഫ്രണ്ടിൽ നിന്ന് പ്രസ്സിങ് കാര്യങ്ങളൊക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. പക്ഷേ ഈ ഒരു സിനാരിയിൽ വലിയ പ്രസ്സിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. റെയിനിയുടെ ബോൾ നഷ്ടപ്പെടുന്നു. അതൊരു ബാഴ്സലോണയുടെ ചാൻസിൽ കലാശിച്ചു. പക്ഷേ അത് ഗോളായില്ല. ആ ഒരു അവസരത്തിലാണ് നമ്മുടെ ഡിയോഗോ സിമിയോണി ആ ഡഗൗട്ടിൽ അങ്ങോട്ട് വീണ് പോയത്. എന്താ ചെയ്യാത്ത രീതിയിൽ. അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ ഇതായിരുന്നു ബാഴ്സലോണയുടെ ഡോമിനേഷൻ. ബാഴ്സലോണ ചാൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫസ്റ്റ് ഹാഫ്. ആ 10 അറ്റംപ്റ്റുകളെങ്ങാനും ബാഴ്സലോണ ഫസ്റ്റ് ഹാഫിൽ നടത്തിയിട്ടുണ്ട്. അത്ലറ്റിക് മാഡ്രിഡ് ഭാഗത്ത് ഒരേ ഒരു അറ്റംപ്റ്റ്, ഒരെണ്ണം പോലും ടാർഗറ്റിലേക്ക് മുന്നടിക്കാൻ സാധിച്ചിട്ടില്ല. അവരുടെ ആ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് വർക്കൗട്ട് ആവാത്തൊരു ഫസ്റ്റ് ഹാഫ് നമ്മൾ കാണുന്നു. സെക്കൻഡ് ഹാഫിൽ പറഞ്ഞ പോലെ ചേഞ്ചസും കാര്യങ്ങളൊക്കെ അത്ലറ്റിക് മാഡ്രിഡ് വരുത്തുന്നു. അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള ഒരു അഗ്രഷൻ നമുക്ക് അവരുടെ ഗെയിമിൽ കാണാൻ സാധിക്കും. ഹാവി ഗാലൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ക്രോസ്, ഗ്രീസ്മാൻ്റെ ഒരു അറ്റംപ്റ്റ് വൈഡായിട്ട് പോകുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ക്രോസുകൾ കൊടുക്കാനുള്ള പരിപാടികളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. പിന്നെയാണ് ഞാൻ പറഞ്ഞ പോലെ സൊർലോത്തിൻ്റെ ആ ഒരു ചാൻസും അതേപോലെ തന്നെ സൊർലോത്തിൻ്റെ ആ ഒരു ഓഫ് സൈഡ് ഗോളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതിനിടയിൽ മറ്റൊരു ചാൻസ് ലോങ്ങിലേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു വെച്ചാൽ 54-ാം മിനിറ്റിൽ ലോങ്ങിലയുടെ ഒരു ഹെഡർ, റൈറ്റ് സൈഡിൽ നിന്ന് ഒരു ക്രോസ് ബോക്സിലേക്ക് വരുന്നു. ലോങ്ങിലയുടെ ഹെഡർ അത് പിന്നെ പുറത്തേക്ക് വന്നു. ഇതിൻ്റെ അപ്പുറത്ത് ഈ ഒരു ചാൻസ് കഴിഞ്ഞതിൻ്റെ അപ്പുറത്ത് ഒരു കിടിലൻ ഓപ്പർച്യൂണിറ്റി റഫീനക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് ലമീൻ യമാൽ ബോളുമായിട്ട് ഡ്രിബിൾ ചെയ്തതിന് പോവുകയാണ്. ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഫൗൾ ചെയ്യണം. അപ്പോൾ നല്ല രീതിയിൽ ഫൗൾ ചെയ്തിട്ടുണ്ട് അവിടെ. ആൾ ഫെർമീനിന് ബോൾ റിലീസ് ചെയ്ത് കൊടുത്തു കൃത്യസമയത്ത്. പക്ഷേ റിലീസ് ചെയ്ത ആ ഒരു അവസരത്തിൽ അദ്ദേഹത്തെ സാൻഡ്വിച്ച് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഹൊസന ഹിമിനസും വേറെ ഒരു പ്ലെയറും കൂടിയിട്ട് നല്ല രീതിയിൽ അത് ഭയങ്കര ആങ്കിൾ ഹേർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ്. പക്ഷേ അപ്പോഴേക്കും ബോൾ റിലീസ് ചെയ്തിട്ട് ഫെർമീന് കൊടുത്തിട്ടുണ്ട് ലമീൻ യമാൽ. കട്ടിൻസ് എടുത്ത് വരുമ്പോൾ അദ്ദേഹത്തെ പിടിച്ചാൽ കിട്ടണ്ടേ. അങ്ങനെ ഫെർമീൻ എന്ത് ചെയ്തു വെച്ചാൽ റഫീനെ കൊടുക്കുന്നു. റഫീനിയ ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ അദ്ദേഹം ഒരു ഷോട്ടിനുള്ള ശ്രമമാണ് നടത്തിയത്, അല്ലെങ്കിൽ അവിടെ കീപ്പറിനെ ബീറ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തി. പക്ഷേ 2 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഫെർമീനും വേറൊരു പ്ലെയറും കൂടി ആ ബോക്സിൽ ഉണ്ടായിരുന്നുള്ള കാര്യമാണ്. അപ്പോൾ ആ ബെറ്റർ പാസ് അവിടെ ചെയ്യലായിരുന്നു ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. ഡിസിഷൻ മേക്കിംഗ് അത്ര നല്ലതായിരുന്നില്ല റഫീനിയുടെ ഈ മത്സരത്തിൽ. അദ്ദേഹത്തിൻ്റെ പിന്നെ ചാൻസ് കൺവേർഷൻ റേറ്റും അത്ര നല്ലതായിരുന്നില്ല ഈ മത്സരത്തിൽ. ഇത്തിരി റസ്റ്റി ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ടായിരുന്നു. പക്ഷേ സ്റ്റിൽ അദ്ദേഹം അൺലിമിറ്റഡ് റണ്ണുകളും കാര്യങ്ങളും നടത്തിയിട്ടുണ്ട്, ചാൻസ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ നിയർ പോസ്റ്റിലേക്ക് അദ്ദേഹം അടിച്ചത് മൂസോ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഗെയിം കിൽ ഓഫ് ചെയ്യാനുള്ള ഒരു അവസരമായിരുന്നു ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം. ആ പാസ് അവിടെ കൊടുത്തിരുന്നെങ്കിൽ, പാസ് അവിടെ റഫീനെ കണ്ടിരുന്നെങ്കിൽ, അവിടെ ഒരു സഡൻ ബ്രേക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഡിഫൻഡർ ഇടങ്ങറാക്കാനൊക്കെ റഫീനിക്ക് സാധിച്ചിരുന്നു. പക്ഷേ പാസ് പിക്കാൻ സാധിച്ചിരുന്നില്ല. പിന്നെ എന്താണ്, നമ്മൾ ബാഴ്സലോണ ക്രോസുകളും കാര്യങ്ങളൊക്കെ ഡിഫെൻഡ് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. അതിനിടയിൽ ഈ ലെവൻഡോസ്കിക്ക് വന്നിട്ടുണ്ടായിരുന്നല്ലോ. ലെവൻഡോസ്കിക്ക് പുറത്തേക്ക് നല്ലൊരു കുത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു ഹിമെനസിൻ്റെ ഭാഗത്ത്, നല്ലൊരു മുട്ടുകാലി കയറ്റൽ. ഡിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തിന് നല്ലൊരു ഗെയിം ആയിരുന്നില്ല. 2 തവണ അദ്ദേഹം പൊസിഷൻ ഗീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു തവണ അദ്ദേഹം പൊസിഷൻ കൊടുത്തത് എറിക് ഗാർസിയയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. എറിക് ഗാർസിയക്ക് നല്ലൊരു പാസ് പിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ലമീൻ യമാലിന് അത് ഗോളാക്കി മാറ്റാനുള്ള ഒരു ചാൻസ് കിട്ടിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പാസ് അവിടെ ഇൻ്റർസെപ്റ്റ് ചെയ്തിരുന്നത് വീക്ക് പാസ്സാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു സെൻട്രൽ ഏരിയയിൽ തന്നെ അത് ഇൻ്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ മറ്റൊരു അവസരത്തിൽ ഡിപ്പോൾ ഹെവി ടച്ച് എടുക്കുന്നു, അത് ബാഴ്സലോണ വിൻ ചെയ്യുന്നത്. എനിക്കൊന്ന് ഫ്രങ്കിയാണോ വിൻ ചെയ്യുന്നതാണ് എൻ്റെ ഒരു സംശയം. അങ്ങനെ റഫീനി അത് റൈറ്റിലൂടെ റൺ ചെയ്യുന്ന ലമീനെ പിക്ക് ചെയ്തിട്ടുള്ള ഒരു ലോങ് ബോൾ കൊടുത്തത് അതൊരു വല്ലാത്തൊരു ബോളായിരുന്നു. പക്ഷേ ലമീന് അത് ഗോളാക്കി മാറ്റാൻ സാധിച്ചില്ല. അതിൻ്റെ ഷോട്ട് ബ്ലോക്ക് ചെയ്തു. ആ കട്ടിൻ സൈഡ് വന്നിട്ടുള്ള ഷോട്ട് ബ്ലോക്ക് ചെയ്തു. അദ്ദേഹം ആ ഒരു ആങ്കിളിന് പണിയിട്ടതിന് ശേഷം ഇത്തിരി പൊസിഷൻ കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുത്തുന്നുണ്ടായിരുന്നു. കാരണം അത്ര 100% ഫിറ്റ് ആയിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തെ പിന്നെ കയറ്റാനുള്ളൊരു പ്ലാന് ഹാൻസി ഫ്ലിക്കിന് ഉണ്ടായിരുന്നുള്ള എനിക്ക് തോന്നുന്നത്, ആ ഒരു ഇഞ്ചുറീസ് കെയർ ഉണ്ടായിരുന്ന സമയത്ത്. പക്ഷേ ആൾ പറഞ്ഞു എന്നെ കയറ്റണ്ട എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഡിപ്പോൾട്ട് എടുത്ത് പൊസിഷൻ കാര്യങ്ങൾ നഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. പിന്നെ പറഞ്ഞല്ലോ അവസാന നിമിഷങ്ങളിലേക്ക് എത്തിയപ്പോൾ റിക്കോൽമീനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആംഗൽ കൊറിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ റിക്കോൽമീനൊന്നും വരില്ല, അത് വേറെ കാര്യം. പക്ഷേ ഈ ക്രോസുകളൊന്നും അങ്ങോട്ട് ബോക്സിലേക്ക് എത്തുന്നുണ്ടായിരുന്നില്ല. ഇനി എത്തിയാൽ തന്നെ അത് ഡിഫെൻഡ് ചെയ്യുകയാണ് ബാഴ്സലോണ നല്ല രീതിയിൽ. ഇപ്പോൾ അരൂഹ് ആണെങ്കിലും ഇനിഗോ മാർട്ടിനസ് ആണെങ്കിലും ഈസിയായി ഡിഫെൻഡ് ചെയ്യുന്നു, ബ്രെഡ് ആൻഡ് ബട്ടർ പോലെ. അതുപോലെ കൂണ്ടയുടെ പെർഫോമൻസ് സ്റ്റെലാർ പെർഫോമൻസ് ആണ്. 1v1 കൂണ്ടയും മത്സരത്തിൽ അടിപൊളിയാണ് കളിച്ചത്. മാത്രമല്ല അവസാന സാഹചര്യങ്ങളിൽ 1-2 ക്രോസുകളൊക്കെ ചെങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ടുള്ള രീതി ഫാന്റാസ്റ്റിക്കാണ്. ഡൈവിംഗ് ബ്ലോക്കുകളും കാര്യങ്ങളും നടത്തുന്നു. അതായത് ബോക്സിലേക്ക് ക്രോസിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് സൊർലോത്ത്. പക്ഷേ എത്തണ്ടേ ആ രീതിയിലാണ്. ഇനി എത്തുമ്പോൾ തന്നെ അരൂഹൊക്കെ വിൻ ചെയ്യുന്നു. മാത്രമല്ല കൂണ്ടയുടെ അറ്റാക്കിംഗ് പെർഫോമൻസും ഡിഫെൻസീവ് പെർഫോമൻസും സ്റ്റെല്ലാറായിരുന്നു, ഫാന്റാസ്റ്റിക്. ജെറാർഡ് മാർട്ടിനൊക്കെ ലാസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജെറാർഡ് മാർട്ടിന് ഫൗൾ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഔട്ട് സൈഡ് ദ ബോക്സിൽ ജസ്റ്റ് പുറത്തായിട്ട് ആ ഒരു ഇഞ്ചുറി ടൈമിൽ. പക്ഷേ അതൊന്നും പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ബാഴ്സലോണയ്ക്ക് ഉണ്ടാക്കില്ല. ബാഴ്സലോണ ഡിഫെൻഡ് ചെയ്യുന്നു, അരൂഹൊക്കെ മനോഹരമായിട്ട് ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ നല്ലൊരു ഡിഫറൻസ് മേക്കർ ആയിട്ടുണ്ടായിരുന്നു അരൂഹൊക്കെ ബെഞ്ചിൽ നിന്ന് വന്നിട്ട് സൊർലോത്തിൻ്റെ ആ ഒരു ഫിസിക്കാലിറ്റിയും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നതിൽ. അപ്പോൾ എന്തായാലും സിമിയോണിയുടെ ടീമിനെ സംബന്ധിച്ചിടത്തോളം സെക്കൻഡ് ഹാഫിൽ അവർ ശ്രമിച്ചു, പക്ഷേ ഒരു ഷോർട്ട് ഓൺ ടാർഗറ്റ് പോലും അടിക്കാൻ സാധിച്ചില്ല. ബാഴ്സലോണ വളരെ കംഫർട്ടബിളായി ഡിഫെൻഡ് ചെയ്തു, വളരെ കംഫർട്ടബിളായിട്ട്. ബിഗ് ചാൻസ് എന്ന് പറയാൻ പറ്റുന്നത് ആ ഒരു സൊർലോത്തിന് കിട്ടിയുള്ള ചാൻസാണ്, വേറെ ഒന്നുമില്ല. അപ്പോൾ അതും ബാഴ്സലോണ മിസ്റ്റേക്കിൽ വന്നിട്ടുള്ളതാണ്. അല്ലാത്ത പക്ഷം ഓഫ് ദ ബോൾ മനോഹരമായിട്ട് ബാഴ്സലോണ ഡിഫെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ ബാഴ്സലോണ ആരാധന സംബന്ധിച്ചിടത്തോളം ഭയങ്കര പോസിറ്റിവിറ്റി തരുന്നൊരു സംഭവമാണ്. കാരണം അവരുടെ ആ ഒരു ഡിഫെൻസിലുള്ള പ്രശ്നങ്ങൾ പോലും സോർട്ട് ഔട്ട് ചെയ്തിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ എല്ലാ പ്രശ്നങ്ങളൊന്നും സോർട്ട് ഔട്ട് ആയിട്ടില്ല. ഒരു പക്ഷേ സെക്കൻഡ് ഹാഫിൽ കാണിച്ച രീതിയിലുള്ള അതേ ഇൻറ്റൻറ്റ് ഫസ്റ്റ് ഹാഫിൽ അവർ കാണിച്ചിരുന്നെങ്കിൽ ആ ഒരു ഓവർ ഡിഫൻസീവ് അപ്രോച്ച് എടുക്കായിരുന്നെങ്കിൽ കളിയുടെ ഗതി തന്നെ ചിലപ്പോൾ മാറിപ്പോയി. അപ്പോൾ ആ രീതിയിൽ ഫിലോസഫിയിൽ കൂടി ചില കീറുമുറിക്കലും കാര്യങ്ങളൊക്കെ ഡിഗോ സിമോനെ നടത്തേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഡിഫൻസീവ് അപ്രോച്ചിനൊന്നും ഒരു കാലത്തും ഞാൻ കുറ്റം പറയില്ല. കാരണം അതും ഒരു ശൈലിയാണ്. ഫുട്ബോൾ ഇന്ന രീതിയിൽ തന്നെ കളിക്കണം എന്നുള്ളതും ആർക്കും പറയാൻ പറ്റുന്ന സംഭവമൊന്നുമില്ല. പക്ഷേ എന്താണ്, നമ്മൾ ഡിഫൻസീവ് ഫുട്ബോളും കാര്യങ്ങളൊക്കെ കളിക്കുമ്പോൾ അതിൻ്റെ കൂടെ ട്രോഫീസ് കൂടി കിട്ടേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ ടീമിൻ്റെ ആരാധകരെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാനെങ്കിലും സാധിക്കണം എന്നുള്ളതൊരു കാര്യമാണ്. അതൊരു യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവമാണ്. എന്തായാലും ബാഴ്സലോണയുടെ ട്രിപ്പിൾ സ്വപ്നം ഇപ്പോഴും അലൈവാണ്. ക്വാഡ്രുപ്പിൾ സ്വപ്നം. കാരണം ഓൾറെഡി സൂപ്പർ കോപ്പ് അടിച്ചിട്ടുണ്ട്, പിന്നെ ക്ലബ് വേൾഡ് കപ്പും വരുന്നുണ്ട്. ഇതേപോലെ തന്നെ ഇന്റർ മിലാൻ്റെ ട്രിപ്പിൾ സ്വപ്നം നിലനിൽക്കുന്നുണ്ട്, PSG-യുടെ ട്രിപ്പിൾ സ്വപ്നം നിലനിൽക്കുന്നുണ്ട്, റയൽ മാഡ്രിഡിൻ്റെ ട്രിപ്പിൾ സ്വപ്നം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ സീസണിൻ്റെ അവസാനത്തിലേക്ക് കടക്കുമ്പോൾ പല സ്വപ്നങ്ങളുമായിട്ടാണ് ക്ലബ്ബുകൾ വരുന്നത്. അതിൽ ആരുടെ സ്വപ്നം യാഥാർത്ഥ്യമാകും, അതാണ് നമ്മൾ കാണാൻ കാത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു ഗ്രേറ്റ് ഫിന്നാലെ ആയിരിക്കും ഈ ഒരു സീസൺ എന്നുള്ള കാര്യം സംശയമൊന്നും വേണ്ട. അപ്പോൾ എന്തായാലും ഇപ്പോഴും ബാഴ്സലോണ ലാ ലീഗ അടിച്ചിട്ടില്ല, അതേപോലെ തന്നെ കോപ്പ ഡെൽ റേ അടിച്ചിട്ടില്ല, അതേപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗ് അടിച്ചിട്ടില്ല. പക്ഷേ എല്ലാം അടിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ഹാൻസി ഫ്ലിക്ക് എന്ന് പറയുന്ന ആ ഒരു ചങ്ങായിക്ക് തന്നെയാണ് ക്രെഡിറ്റ് കൊടുക്കുന്നത്. ഈ ടീമിനെ ഈ രീതിയിലേക്ക് മാറ്റിയെടുത്തുള്ളതിന്, ആരാധകർക്കിടയിൽ ഈ ബിലീഫ് കൊണ്ടെത്തിച്ചുള്ളതിന്. അപ്പോൾ അതിനിപ്പോൾ ഈ സീസണിൽ ഒന്നും അടിച്ചിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, അവർ ഭാവിയിൽ അടിക്കും, ഉടനെ തന്നെ അടിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ കൊടുക്കുന്നുണ്ടല്ലോ. അത് തന്നെയാണ് ഒരു ഫുട്ബോൾ ഫാൻ വേണ്ടതല്ല. പിന്നെ മാത്രമല്ല ബ്യൂട്ടിഫുൾ ഫുട്ബോളാണ് കാണുന്നത്. പെഡ്രിയും ലമീനും ഒക്കെ ബോളുമായിട്ട് പോകുന്നത് കാണാൻ എന്ത് രസമാണ്. അത് തന്നെ കണ്ടിരുന്ന പോലെ. അപ്പോൾ ഓരോ ബാഴ്സലോണ ആരാധകനും അടുത്ത കളിക്കായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് തന്നെയാണ് ഹാൻസി ഫ്ലിക്ക് ചെയ്തിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സംഭവം. അത് തന്നെയാണ് ഹാൻസി ഫ്ലിക്കിൻ്റെ വിജയം എന്ന് പറഞ്ഞാൽ. അടുത്ത കളിക്കായിട്ട് ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ റയൽ മാഡ്രിഡും ട്രിപ്പിൾ സ്വപ്നവും കാര്യങ്ങളൊക്കെ അതേപടി തന്നെ അലവായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ റയൽ മാഡ്രിഡ് ഒരുപാട് ഡിഫൻസിൽ പ്രശ്നങ്ങളുണ്ട്. ബാഴ്സലോണ അത് ഒരുപാട് തവണ ഈ സീസണിൽ തന്നെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എന്ത് സംഭവിക്കും ആ ഫൈനൽ എന്നുള്ള കാത്തിരുന്നത്. പക്ഷേ അതിന് മുമ്പ് കുറേ മത്സരങ്ങളെ കുറിച്ച് സംസാരിക്കേണ്ടതായിരുന്നു. ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങളും കാര്യങ്ങൾ വരുന്നുണ്ട്. എന്തായാലും റെസ്റ്റ് ചെയ്യാൻ പ്ലേയേഴ്സിന് സമയമൊന്നുമില്ല, അടുത്ത കളി വരികയാണ്. അപ്പോൾ ഇത് ഇനിയിപ്പോൾ ഫൈനലൊക്കെ ആകുമ്പോഴത്തേക്കും എത്ര പ്ലേയേഴ്സ് ബാക്കി ഉണ്ടാവുന്ന ഒരു പിടുത്തമില്ല. ഏതൊക്കെ ടീമിൽ, എല്ലാ ടീമിൻ്റെ അവസ്ഥ ഇതാണ്. അതായത് മൾട്ടിപ്പിൾ കോമ്പറ്റീഷൻസിൽ കളിക്കുന്ന ടീമുകളുടെ അവസ്ഥ ഒക്കെ തന്നെയാണ്. ആരൊക്കെ ബാക്കി ഉണ്ടാവും ആ കളി കളിക്കുമ്പോഴാണ്. അപ്പോൾ അത്തരത്തിൽ ഇവർക്ക് ഒരു റെസ്റ്റ് ഇല്ലാതെയാണ് കളികൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ മനുഷ്യന്മാരാണെന്നുള്ളത് പലപ്പോഴും ഫെഡറേഷൻസൊക്കെ മറന്നു പോകുന്നതെന്നുള്ളതാണ്. നമുക്കെന്താണ്, നമുക്ക് കളി കാണാം അല്ലേ? പക്ഷേ നമ്മുടെയും ആസ്വാദന രീതിയെ ഇതൊക്കെ ബാധിക്കും എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു. നമ്മുടെ ഫേവറേറ്റ് പ്ലേയേഴ്സിനെ ഇഞ്ചുറി പറ്റി കഴിഞ്ഞാൽ നമുക്കും അത് ഭയങ്കരമായിട്ട് വിഷമമുണ്ടാകുന്ന ഒരു കാര്യമല്ലേ. അപ്പോൾ എന്തായാലും ഇഞ്ചുറി പറ്റാണ്ടിരിക്കട്ടെ, എല്ലാ ടീമിലും സ്ട്രോങ്ങർ ആയിട്ടുള്ള എല്ലാ പ്ലേയേഴ്സും ബാക്കി നിൽക്കട്ടെ. ഫൈനലുകളൊക്കെ ആകുമ്പോൾ എല്ലാവരും സ്ട്രോങ്ങർ ആയിട്ടിരിക്കണം, അല്ലാതെ എന്ത് കളി അല്ലേ. ഷെസ്നി എന്താണ് ഡെബ്യൂ നടത്തിയതിനു ശേഷം ഇതുവരെ തോറ്റിട്ടില്ല. ആൾ ഈ മത്സരത്തിലും നല്ലൊരു കാര്യമായിട്ടുള്ള സേവുകളും നടത്താനില്ലായിരുന്നെങ്കിലും ക്രോസുകളും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാനൊക്കെ അദ്ദേഹം ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഒരു എന്താ പറയുക, ഒരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു ഫിഗറാണ് ചങ്ങായി. അപ്പോൾ ഇനി ബിസിനസ് എൻഡ് ഓഫ് ദ സീസണിലേക്ക് കടക്കുകയാണ്. ആർക്കൊക്കെ പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും കണ്ടറിയാം. ഗുഡ് ബൈ.